നമസ്കാരം. ഹലോ ഡോക്ടർ തത്സമയ ആരോഗ്യ പരിപാടിയിലേക്ക് സ്വാഗതം. സൂര്യ TV ആരോഗ്യ സംബന്ധിയായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ടെലിഫോണിലൂടെ തത്സമയം പരിഹാരം നിർദ്ദേശിക്കുന്നു. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ. വിളിക്കേണ്ട നമ്പർ 0471 1707071 0471 1707071. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവാണ്. അദ്ദേഹം ജ്യോതിദേവ്സ് ഡയബറ്റിക് സെന്റർ ഡയറക്ടറാണ്. ഡോക്ടർ, ഈ നവംബർ 14 വേൾഡ് ഡയബറ്റിസ് ഡേ ആണ്, ലോക പ്രമേഹ രോഗ ദിനം. ഈ ദിവസം പ്രമേഹ രോഗികൾക്കായിട്ട് ഈ അസോസിയേഷൻ, ഈ സംഘടന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രത്യേക ഒരു പ്രമേയം പാസാക്കി കണ്ടത് പാദപരിരക്ഷ എന്നുള്ളതാണ്. ഈ പാദപരിരക്ഷ കൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഓരോ വർഷവും ഈ പ്രമേഹ രോഗ ദിനത്തിനായിട്ട് ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും ചേർന്ന് ഒരു വിഷയം തിരഞ്ഞെടുക്കാറുണ്ട്. ഈ വർഷത്തെ പ്രമേയം പുട്ട് ഫീറ്റ് ഫസ്റ്റ് പ്രിവെന്റ് ആംപുട്ടേഷൻസ് എന്നതാണ്. പാദ പരിരക്ഷ പരമപ്രധാനം, പാദങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. നമ്മുടെ ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഭാരതത്തിൽ പ്രതിവർഷം 40,000 പ്രമേഹ രോഗികൾക്ക് കാലുകൾ നഷ്ടപ്പെടുന്നു എന്നതാണ്. ലോകത്ത് ഓരോ 30 സെക്കൻഡിലും ഒരു പ്രമേഹ രോഗിക്ക് വീതം ഒരു കാല് നഷ്ടമാകുകയാണ്. ഒരു കോൾ ആദ്യത്തെ. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? ഷൈജി. എവിടുന്നാ വിളിക്കുന്നത്? ആർക്ക് വേണ്ടിട്ടാ സംസാരിക്കുന്നത്? സംസാരിച്ചോളൂ, ഡോക്ടർ സംസാരിച്ചോളൂ. പറയൂ മാഡം. ഹലോ ഡോക്ടർ. ഹലോ മാഡം, പറയൂ. ഹസ്ബൻഡ് വേണ്ടിട്ടാണേ. പുള്ളിക്ക് വയസ്സ് 37 ഷുഗർ ഒരു 10 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. ഷുഗർ കഴിഞ്ഞ മാസം നോക്കിയപ്പോ 195 ഉണ്ട്. ഫാസ്റ്റിംഗ് ആണോ ആഹാരത്തിന് ശേഷം? ഗ്ലൈക്കോമെട്രിൻ രാവിലെ 1.5 വൈകിട്ട് 1 കഴിക്കുന്നുണ്ട്. ഓക്കെ മാഡം. എന്നിട്ടും അങ്ങോട്ട് കുറയുന്നില്ല. ചോറ് ഒരു നേരം കഴിക്കുന്നുള്ളൂ. അപ്പൊ ചോറ് 3 നേരം കഴിക്കുന്നോണ്ടാ കുറയാതിരിക്കുന്നത്. ഒരു നേരം കഴിച്ചാൽ കുറയുമോ? ഓക്കെ. മാഡത്തിന്റെ സംശയം എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ വർദ്ധിച്ചു നിൽക്കുന്നത് ഭക്ഷണത്തിലുള്ള അപാകത കാരണമാണോ എന്നുള്ളതാണ് ചോദ്യത്തിന്റെ സാരം. അതായത് ഇത്രയേ ഉള്ളൂ. പ്രമേഹ രോഗ ചികിത്സയില് നമുക്ക് മരുന്നുകൾ കഴിക്കുന്നുണ്ട് എങ്കിലും ഒരുപക്ഷെ ലോകമെമ്പാട് ഈ ചികിത്സയില് കുറച്ച് കുറവുകളും കുറ്റങ്ങളും നാം കാണുന്നത് ആധുനിക പ്രമേഹ രോഗ ചികിത്സ കൂടുതൽ സങ്കീർണമായി മാറിയതും ചില പരാജയങ്ങൾ സംഭവിക്കുന്നത് കാരണമാണ്. അപ്പോൾ രോഗചികിത്സയില് ഇപ്പൊ നമ്മളൊരു മെറ്റ്ഫോമിൻ എന്നൊരു ഗുളിക കഴിക്കുന്നത് കൊണ്ട് മാത്രം ഒരുപക്ഷെ ബ്ലഡ് ഷുഗർ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു അളവിലേക്ക് എത്തിയെന്ന് വരില്ല. ഇപ്പൊ ഹസ്ബൻഡ് വണ്ണം കൂടിയ ആളാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, 37 വയസ്സുകാരനാകുമ്പോഴത്തേക്ക് നന്നേ ചെറുപ്പമാണ്. അപ്പൊ അദ്ദേഹത്തിന് നന്നായിട്ട് വ്യായാമം ചെയ്യുവാനൊക്കെ കഴിയുന്ന ഒരു പ്രായമാണിത്. രാവിലെയും വൈകിട്ടും കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ മാത്രം കുറഞ്ഞൊരു 30 മിനിറ്റെങ്കിലും നടക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. നടക്കുമ്പോൾ അല്പം ഞങ്ങളുടെ ഇപ്പൊ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷന്റെ ഒക്കെ ഒരു ചികിത്സാ നിർദ്ദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രായത്തിലും മറ്റും ഡയബറ്റീസ് ചികിത്സിക്കുമ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ ഗുരുതരമായ മറ്റ് പ്രത്യാഘാതങ്ങൾ പരിപൂർണമായിട്ട് തന്നെ ഒഴിവാക്കുവാൻ നമുക്ക് കഴിയും. പക്ഷെ അങ്ങനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗറൊക്കെ നമുക്ക് വളരെ നോർമലായിട്ട് കൊണ്ടുപോകണം. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ബ്ലഡ് ഷുഗർ ഭക്ഷണത്തിന് മുൻപ് 110 താഴെയും ഭക്ഷണത്തിന് 2 മണിക്കൂറിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ, പല സമയത്തായിട്ട് പരിശോധിക്കുമ്പോഴും കഴിവതും ഒരു 135-140 മില്ലിഗ്രാം ശതമാനത്തിൽ തുടർന്ന് കൊണ്ടുപോവുകയാണ് എങ്കിൽ നന്നായിരിക്കും. ഭക്ഷണത്തിൽ ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം ചോറ് കഴിക്കുന്നതിൽ ദോഷമുണ്ട്. നമുക്ക് അത് ഈ രോഗം ചികിത്സിക്കുന്ന ഡയബറ്റീസ് ടീമാണ് നിശ്ചയിക്കുന്നത്. അതായത് ഇപ്പൊ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് ടീം അംഗങ്ങൾ അത് പറഞ്ഞു തന്ന് കാണണം. കാരണം കുറച്ച് വണ്ണം കൂടിയ രോഗിക്കാണ് എങ്കിൽ നമ്മൾ കലോറീസ് കുറയ്ക്കുവാനാണ് ശ്രമിക്കുന്നത്, ഭക്ഷണം കുറയ്ക്കുവാൻ ശ്രമിക്കും. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കണം. അമിതമായിട്ട് കഴിക്കരുത്, ഭക്ഷണം കഴിക്കാതെയും ഇരിക്കരുത്. ഉച്ചയ്ക്ക്
തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പ്രോഗ്രാമിലും ഈ മദ്യപാനത്തെ കുറിച്ച് ഓരോ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഭാര്യമാർക്കാണ് ഇതിൽ കൂടുതൽ ആശങ്കയുള്ളത്. ഞങ്ങൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഡോക്ടർമാരല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു മദ്യത്തിൽ മാഡം കലോറീസ് ഉണ്ട്, അതായത് അതിൽ ഊർജ്ജമുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ മദ്യം കഴിക്കുമ്പോൾ ഷുഗർ കൂടുകയും ചെയ്യുന്നു. കൂടാതെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം തന്നെ കരളിലും മറ്റ് രോഗങ്ങൾ വരുത്തി തീർക്കാം. അപ്പൊ മദ്യപിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത്തരം രോഗങ്ങൾ കരളിലും മറ്റ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മദ്യപാനം ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ സാധ്യമല്ല. എല്ലാത്തിലും കുഴപ്പമാണ്, അത്രേ ഉള്ളൂ. ഭർത്താവിനോട് സ്നേഹപൂർവ്വം പറയുക, ഭർത്താവിനോട് സ്നേഹപൂർവ്വം പറയുക മദ്യപാനം നിർത്താൻ. മാഡം, ഈ പരിപാടി 11 മണിവരെ കാണുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റും. താങ്ക് യു, വിളിച്ചതിന് നന്ദി. ഈ പാദപരിരക്ഷയാണ് നമ്മൾ സംസാരിച്ചു വന്നത്. പാദത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം? അതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ പാദ ചികിത്സയ്ക്ക് ഒരുപാട് പണമാകും. ധാരാളം ദിവസങ്ങൾ, ആഴ്ചകൾ കിടക്കേണ്ടി വരും. തീർച്ചയായിട്ടും. ഹലോ ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ പത്തനംതിട്ട മേക്കളൂരിൽ നിന്ന് MM ജോസഫ്. പറയൂ ജോസഫ് സാർ. ഡോക്ടർ, എനിക്കറിയേണ്ടത് ഈ നവംബർ 14 ലോക പ്രമേഹ ദിനമായി നമ്മൾ ആചരിക്കുകയാണല്ലോ. അതെ അതെ. ഇതിന് ഈ ദിവസം തെരഞ്ഞെടുക്കാനായിട്ട് എന്തെങ്കിലും ചരിത്രപരമായ പശ്ചാത്തലം എന്തെങ്കിലും ഉണ്ടോ? അതെ അതെ. നമുക്ക് ഈ ഇൻസുലിൻ കണ്ടുപിടിച്ച ശാസ്ത്രകാരന്മാരിൽ ഒരാളായ ഫ്രെഡറിക് ബാൻഡിങ്ങിന്റെ ജന്മദിനമാണ് ഈ നവംബർ 14. അപ്പൊ ലോകമെമ്പാടും ലോകാരോഗ്യ സംഘടനയും IDF-ഉം ചേർന്ന് ആ ഒരു ദിവസം നമ്മൾ ഭാരതത്തിലാണെങ്കിൽ മറ്റൊരു ജന്മദിനം ആഘോഷിക്കുകയാണ്, അതായത് ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 6-7 വർഷങ്ങളായിട്ട് മാത്രമാണ് ഈ ഒരു ആഘോഷം തുടങ്ങി വെച്ചത്. അപ്പൊ ഓരോ വർഷവും WHO IDF-ഉം കൂടി ചേർന്ന് ഈ ദിനത്തിൽ ഒരു സന്ദേശം ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ വർഷത്തെ സന്ദേശത്തെ കുറിച്ചായിരുന്നു. അപ്പൊ അങ്ങയുടെ എനിക്ക് അങ്ങയുടെ ചോദ്യത്തിന് മറുപടി ആയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഈ പ്രമേഹ രോഗമേ ഇന്ന് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അതെ. ആഹാര രീതിയിലും ജീവിത രീതിയിലും ഉണ്ടായ മാറ്റങ്ങളാണോ അതിന് കാരണമാണെങ്കിൽ അത് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നറിഞ്ഞേക്കൊള്ളാം. അതായത് ഈ പ്രമേഹ രോഗത്തിന്റെ എണ്ണം കൂടുവാനായിട്ട് നിരവധി കാരണങ്ങളുണ്ട്. അങ്ങയുടെ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന തന്നെ ഒരു പ്രധാനപ്പെട്ട ഉത്തരമാണ് കൊഴുപ്പ് കൂടിയ ഭക്ഷണ രീതി. നമ്മുടെ ചെറുപ്പക്കാര് പണ്ടൊക്കെ പാടത്തൊക്കെ പണിയെടുത്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ, ടെലിവിഷന്റെ മുമ്പിലൊക്കെ ഇരിക്കുകയാണ്. അവർക്ക് ജോലിക്കിടയിൽ പോലും വ്യായാമം കിട്ടുന്നില്ല. പണ്ടൊക്കെയാണെങ്കിൽ വ്യായാമത്തിനായി വ്യായാമം ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം കിട്ടുമായിരുന്നു. പിന്നെ നമുക്ക് ധാരാളം പുതിയ പുതിയ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം. അപ്പൊ രുചി കൂടിയ ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടുതലാണ്. കൊഴുപ്പ് കുറയുന്നതനുസരിച്ച് രുചി കുറയുകയും ചെയ്യുന്നു. അപ്പൊ ചെറുപ്പക്കാർ കൂടുതൽ ഇതിൽ ആകൃഷ്ടരാകുകയാണ്. അപ്പൊ നിരവധി കാരണങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഡിറ്റക്ഷൻ റേറ്റ് ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ പ്രമേഹത്തെ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ആയുർദൈർഘ്യം പണ്ടത്തേതിൽ നിന്നും ഒരുപാട് വർദ്ധിച്ചു. ഇപ്പൊ നമുക്കിപ്പോ 75-78 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൂടുതൽ വർഷക്കാലം ജീവിച്ചിരിക്കാൻ സൗഭാഗ്യം ലഭിക്കുമ്പോൾ പ്രായക്കൂടുതൽ കൊണ്ട് പ്രമേഹം വരാം. കാരണം പ്രായം കൂടുന്തോറും പ്രമേഹ സാധ്യത വർദ്ധിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നിരവധി കാരണങ്ങൾ പ്രമേഹത്തിന് വഴിയൊരുക്കും. ശരി സാർ, വിളിച്ചതിന് നന്ദി. ഈ പാദപരിരക്ഷ പെട്ടെന്ന് അല്ലെങ്കിൽ കോള് വരും. പാദപരിരക്ഷയ്ക്ക് ഈ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള ചാൻസ്, അതുവഴി വ്രണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ടാവും. അതെ. ഇപ്പം പാദപരിരക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ഹൃദ്രോഗത്തിന് 7 ദിവസം ആശുപത്രി കിടക്കുമ്പോൾ പാദത്തിനൊരു മുറിവെന്നും 4 മാസം ആശുപത്രി കിടക്കുക. അത് ചെറിയൊരു മുറിവിലാണ് തുടങ്ങുന്നത്. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? പുഷ്പ. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ മാഡം. എത്ര? 57. പറയൂ. ഹാർട്ട് പേഷ്യന്റ് ആണ്. ഈയിടെയായിട്ട് ലോവർ ഷുഗർ ഉണ്ടാവുകയാണ്. അതെ, ഷുഗർ കുറഞ്ഞു പോവുകയാണ്. വെയിറ്റ് നോർമൽ ആണ്. അപ്പം ഇത് ഈ ഷുഗർ കുറഞ്ഞു പോകുന്നതിന്റെ കാരണം എന്തെന്നാണ് മാഡം ചോദിക്കുന്നത്. അത് ഞാൻ ഇൻസുലിൻ അസേ ടെസ്റ്റ് ചെയ്തു. ഇത് അതായത് പ്രമേഹം വന്നിട്ട് എത്ര വർഷമായി? വന്നിട്ടില്ല സാർ, ഇതുവരെ വന്നിട്ടില്ല. ഷുഗർ മാത്രം കുറഞ്ഞു പോകുന്നു. ലെവൽ താഴ്ന്നിട്ട് അൺകോൺഷ്യസ് പോലെ എടുത്തോണ്ട് ഓടുക. ലോ BP ഉണ്ട്. അപ്പൊ എത്രയാണ് ഷുഗർ കാണുന്നത് അങ്ങനെ എടുത്തോണ്ട് പോകുമ്പോ? യൂഷ്വലി ഒരു ദിവസം നോക്കിയപ്പോ 68 ആയിരുന്നു PPBS. പക്ഷേ ഞാൻ എപ്പോഴും ഷുഗറും ഉപ്പും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്.
അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കോ ഡയബറ്റീസ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വണ്ണം വളരെ കൂടുതലാണോ? ലീനാണ്. ഹൃദ്രോഗം വന്നിട്ട് മരുന്നുകൾ എത്ര കാലമായിട്ട് കഴിക്കുന്നു? 14 കൊല്ലമായിട്ട്. ഇതിലെ ഇത്രയുള്ള കാര്യങ്ങൾ, അതായത് ഈ പ്രമേഹ രോഗി അല്ലാതെ ചികിത്സയിലല്ലാത്ത ഒരാൾക്ക് ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വളരെ അസാധാരണമാണ്. നമുക്ക് അങ്ങനെ സാധാരണ സംഭവിക്കാം എന്ന് കരുതാവുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്, കുറച്ച് വണ്ണക്കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് കുടവേറുള്ള ആൾക്കാർക്ക് ഈ പ്രമേഹ രോഗ സാധ്യത ഉണ്ടെങ്കിൽ ആ പ്രമേഹ രോഗം വന്നെത്തുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപായിട്ട് ഈ ഷുഗർ കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ്റെ ഉൽപാദനം അല്പാൽപമായിട്ട് രക്തത്തിൽ വർദ്ധിക്കും, ഷുഗർ കുറയ്ക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഈ ഷുഗർ കുറയ്ക്കുന്നതിനായിട്ട് ഇൻസുലിൻ കൂടുമ്പോൾ ഈ ഡയബറ്റീസ് വരുന്നതിന് മുൻപുള്ള ഒരു ഘട്ടത്തിൽ പലപ്പോഴും രോഗികൾക്ക് വിയർപ്പും വെപ്രാളവും ഷുഗർ കുറഞ്ഞു പോകുന്നത് പോലെയും തോന്നും. അതിൻ്റെ ചികിത്സയായിട്ട് നമ്മൾ പറയുന്നത് വിശദമായ വൈദ്യപരിശോധനയും ആ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന തരത്തിൽ നല്ല വ്യായാമവുമാണ്. നമ്മൾ ഹൃദ്രോഗത്തിനായിട്ട് കഴിക്കുന്ന ഔഷധങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്യാം. അതിലേതെങ്കിലും ഇതുപോലെ നമുക്ക് ഷുഗറിൽ വ്യതിയാനങ്ങൾ വരുത്തുവാൻ സാധ്യതയുള്ളതുണ്ടോ എന്നിട്ട് ഭക്ഷണത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തുക. ഇങ്ങനെ ഷുഗർ കുറയുന്നതനുസരിച്ച് ഷുഗർ കൂടുതൽ കഴിക്കുന്നത് അത്ര അഭികാമ്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കൂടാതെ ഷുഗർ കുറയുന്ന വേറെ ചില പ്രധാനപ്പെട്ട രോഗങ്ങളുണ്ട്. പാൻക്രിയാസിലൊക്കെ വരുന്ന ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട രോഗങ്ങളുണ്ട്. അതൊന്നുമില്ല എന്നും ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് മാഡം? ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല മാഡം. അതായത് പാൻക്രിയാസിന് മറ്റുമുള്ള വേറെ ചില പ്രധാനപ്പെട്ട രോഗങ്ങൾ, ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ചില രോഗങ്ങളുണ്ട്. അതൊന്നുമില്ല എന്ന് ഒരു വിദഗ്ധനെ കണ്ട് ഉറപ്പാക്കുന്നത് നന്നായിരിക്കും. ശരി മാഡം, വിളിച്ചതിന് നന്ദി. അപ്പൊ ഈ സാറ് ചോദിച്ചത് പാദപരീക്ഷയായിരുന്നു. അതായത് മറ്റൊന്ന്, ഈ ഓരോ 30 സെക്കൻഡിന് ലോകത്ത് ഒരാൾക്കൊരു കാര്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പൊ നമ്മൾ സാധാരണ വേദന ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഏറ്റവും പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഞാൻ മാംഗ്ലൂരിൽ നിന്നാണ്, ഡെയ്സി. ഡെയ്സി, സംസാരിച്ചോളൂ, ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ ഹലോ, പറയൂ ഡോക്ടർ. ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. എല്ലാവരും ഹസ്ബൻഡ്സിന് വേണ്ടിയാണ്. ഒരു 27 വർഷമായിട്ട് ഡയബറ്റിക് ആണ്. അപ്പം എന്നിട്ട് 4 വിരൽ ആംബ്യൂട്ടഡ് ആയി. പിന്നെ കാലിന്റെ അടിയിൽ ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് ഒരു വൂണ്ട് വന്നിട്ടുണ്ട്. അത് ഡെയിലി ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതുവരെ അത് വൂണ്ട് ഉണങ്ങുന്നില്ല. ഹസ്ബൻഡിന്റെ പ്രായം എത്രയാണെന്ന് പറഞ്ഞത്? 64. 64. ഓക്കെ. അതായത് ഇപ്പം നമ്മളുടെ ഈ വർഷത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, പാദപരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ എനിക്കൊന്ന് കുറെ കാര്യങ്ങൾ മാഡം മനസ്സിലാക്കുക. ഒന്ന്, ഇപ്പൊ അഥവാ മുറിവുകളുണ്ടെങ്കിലും നമ്മളുടെ ഇന്നത്തെ ഈ 21ാം നൂറ്റാണ്ടിൽ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതായിട്ടുള്ള വലിയൊരു ആവശ്യകത ഞാൻ കാണുന്നില്ല. കാരണം നമുക്ക് അടിസ്ഥാന രോഗമായ പ്രമേഹത്തെ ഭംഗിയായിട്ട് ചികിത്സിക്കുവാനാണ് അന്തർദേശീയ തലത്തിലുള്ള നിർദ്ദേശം. അതായത് രക്തത്തിലെ പഞ്ചസാരയിൽ വരുന്ന ചെറിയ ഏറ്റക്കുറച്ചിലുകൾ പോലും മുറിവ് ഉണങ്ങുന്നതിന് തടസ്സമായിട്ട് വരും. 2, ഈ മുറിവുള്ള ഭാഗത്തിന് ഇപ്പൊ പാദസംരക്ഷണ വിദഗ്ധൻ മാഡത്തിന് പറഞ്ഞു തന്നതാണ് ഓഫ് ലോഡിങ് എന്ന് പറയുന്ന ടെക്നിക്സ് ഉണ്ട്. അതായത് പാദത്തിന്റെ അടിയിൽ ഈ മുറിവ് വരുമ്പോൾ അവിടെ ഈ പ്രഷർ താഴേക്ക് വരാതെ, ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ പ്രഷർ വരാതിരിക്കാനായിട്ട് ഓഫ് ലോഡിങ് എന്ന് പറയുന്ന ടെക്നിക്കുകളുണ്ട്. ഇത് ഭാരതത്തിൽ പല സ്ഥലത്തും ഇതിന്റെ വിദഗ്ധന്മാർ നിർദ്ദേശിക്കും. ഇപ്പൊ നമ്മള് പാദം മുറിവുള്ള ഭാഗം അമർത്തി വെച്ച് നടക്കാതിരിക്കുക. അതിന് വേറെ മാർഗങ്ങളുണ്ട്. സുരക്ഷിതമായ ചെരുപ്പുകളുണ്ട്, ചില കാസ്റ്റുകളുണ്ട്, ടോട്ടൽ കോണ്ടാക്ട് കാസ്റ്റ്, ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ക്രച്ചസ് ഉപയോഗിക്കുക. അങ്ങനെ ആ കാലിൽ പ്രഷർ കൊടുക്കാതിരിക്കും. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഈ രോഗചികിത്സയിൽ ഈ ബ്ലഡ് ഷുഗറിന്റെ വ്യതിയാനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസുലിൻ ഇഞ്ചക്ഷൻസും അതുപോലെ കൃത്യമായ ഗ്ലൂക്കോമീറ്ററിന്റെ സഹായത്തോടു കൂടിയുള്ള മോണിറ്ററിംഗും എല്ലാം ആവശ്യമായിട്ട് വരും. പുകവലിക്കുന്ന ആളായിരുന്നു മാഡത്തിന്റെ ഹസ്ബൻഡ്? പുകവലിക്കുന്ന ആളായിരുന്നു? ഓക്കെ. ഇപ്പൊ ഞാൻ മറ്റ് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. പുകവലിക്കുന്ന ആൾക്കാർക്കായി ആണ് ഇത് വരുന്നതെങ്കിൽ ഈ മുറിവുകൾ ഉണങ്ങാനുള്ള സാധ്യത തീരെ കുറയുന്നു. അവർക്ക് മുട്ടിന് മേളിലും ഇതുപോലെയുള്ള അടവുകൾ വരാം. മുട്ടിന് താഴെ സാധാരണ പുക വലിക്കാത്ത പ്രമേഹ രോഗികൾക്കാണ് വരുന്നത്. നമുക്ക് ഈ മുറിവ് ഉണങ്ങാതിരിക്കുന്നതിന്റെ കാരണം, ഇപ്പൊ പ്രമേഹ രോഗത്തിൽ ബ്ലഡ് ഷുഗറിന്റെ അളവ് മാഡം പറഞ്ഞ് വളരെ കുറവാണെന്ന്. പക്ഷെ ഈ ബ്ലഡ് ഷുഗറിന്റെ അളവ് നമുക്ക് 24 മണിക്കൂറും കൺട്രോൾഡ് ആകണം എന്നില്ല. കാരണം ഇപ്പോൾ ഈ പ്രമേഹ രോഗിയുടെ ബ്ലഡ് ഷുഗർ
ഇപ്പൊ CGMS എന്ന് പറയുന്ന പുതിയ ടെക്നോളജി ഒക്കെ ഉണ്ട്, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സർവീസ്. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെ നമ്മൾ 3 ദിവസത്തെ ബ്ലഡ് ഗ്ലൂക്കോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ രാത്രി കാലങ്ങളിലോ പകൽ ചില സമയത്തോ ഇത് 250, 300 ഒക്കെ ആയി മാറുന്നത് കാണാം. പിന്നെ സ്പർശനം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു പ്രധാന ഘടകമാണ്. കാരണം പ്രമേഹത്തിൽ വേണം പറഞ്ഞതുപോലെയുള്ള മുറിവുകളും മുറിച്ചു മാറ്റപ്പെട്ട ഈ വിരലുകളുടെ എല്ലാം രഹസ്യം എന്ന് പറയുന്നത്, അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ സ്പർശനം കുറഞ്ഞു പോകുന്നത് കാരണം വരുന്ന കൊച്ചു കൊച്ചു മുറിവുകളാണ്. മാഡം ഈ പരിപാടി മുഴുവനായി ശ്രദ്ധിക്കുക. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വിളിച്ചതിന് നന്ദി. നമുക്ക് ഇനിയും വേറെ കോൾ കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് അതിന്റെ ബാക്കി പറഞ്ഞുകൊണ്ടിരിക്കാം. അതായത് ഇപ്പൊ ഈ പ്രമേഹ രോഗികൾക്ക് ദീർഘകാലം പ്രമേഹം നീണ്ടു നിൽക്കുമ്പോൾ ഒരു ന്യൂറോപ്പതി വരും, ഓട്ടോണോമി ന്യൂറോപ്പതി. അത് വിയർപ്പില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. ഇപ്പൊ തന്നെ ഒരു മാഡം വിളിച്ചത് ഈ കാലുകളിൽ വിയർപ്പില്ലാതെയാവും. അപ്പോ കാല് ഡ്രൈ ആവും, ഉണങ്ങിയിരിക്കും. ഈ ഉണങ്ങിയിരിക്കുന്ന ഭാഗങ്ങളിൽ പൊട്ടൽ വരാനും മുറിവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹലോ, ആരാ വിളിക്കുന്നേ? ആരാ, പേരെന്താ? മഞ്ജു. സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. മഞ്ജു പറഞ്ഞോളൂ. പ്രമേഹ രോഗത്തിന്റെ ലക്ഷണം എന്താണ്? വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. വളരെ സന്തോഷമുണ്ട്. ധാരാളം പേർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും. ഈ പ്രമേഹ രോഗത്തിന്റെ ഒരു ആരംഭത്തിൽ ലക്ഷണങ്ങൾ വരാറില്ല. പ്രമേഹ രോഗം വന്ന് ഒരു വർഷം കുറച്ചു കാലത്തിന് ശേഷമായിരിക്കും ഈ ലക്ഷണങ്ങൾ വരുന്നത്. പഞ്ചസാരയൊക്കെ രക്തത്തിൽ ധാരാളം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഒരുപാട് വെള്ളം കുടിക്കണം തോന്നും, ദാഹം വളരെ കൂടുന്നു, ഒരുപാട് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും, പോളിഫേജിയ വരുന്നു. അങ്ങനെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ശരീരം ധാരാളം ക്ഷീണിക്കുന്നു, വെയിറ്റ് കുറഞ്ഞു പോകുന്നു. കുറച്ച് പറയൂ. മേഡം പറഞ്ഞോളൂ. ഭക്ഷണം കഴിച്ചോണ്ട് ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ പ്രമേഹം കൂടാൻ സാധ്യതയുണ്ടോ? സംശയം എന്താണ് മേഡം? അതായത് ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് പ്രമേഹം പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പൊ നമ്മൾ ഭക്ഷണം അത് കൊഴുപ്പാണെങ്കിലും മധുരമാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് നമുക്ക് ആവശ്യത്തിലധികമാകുമ്പോൾ അത് ഭാരമായിട്ട് ശരീരഭാരമായിട്ട് അടിഞ്ഞു കൂടുന്നു. അങ്ങനെ നമുക്ക് പൊക്കത്തിന് ആവശ്യമായ ശരീരഭാരത്തിനേക്കാളും കൂടുതൽ ശരീരത്തിന് ഭാരം വർദ്ധിക്കുമ്പോഴാണ് പ്രമേഹം വരാൻ ഒരു സാധ്യതയില്ലാത്ത ആൾക്കാർക്ക് പോലും, അതായത് കുടുംബത്തിൽ ആർക്കും പ്രമേഹ രോഗം ഇല്ല എങ്കിൽ പോലും നമുക്ക് അല്പം ശരീരഭാരം വർദ്ധിച്ച് കുടവേറൊക്കെ വരികയാണെങ്കിൽ പ്രമേഹം വരികയും, ചികിത്സയിലിരിക്കുന്ന രോഗി ഭക്ഷണം ക്രമീകരിക്കാതെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാര കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഹൃദ്രോഗബാധയും കുറച്ചു മുമ്പ് വേറെ ആൾ വിളിച്ചതുപോലെ കാലിലെ മുറിവുകളും അങ്ങനെ പല 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 അനുബന്ധ രോഗങ്ങൾ വന്നെത്തിച്ചേരുന്നത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പൊ ഈ വേൾഡ് ഡയബറ്റീസ് ഡേ എന്ന് പറയാം, ഈ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ശരിയാണോ? വളരെ ശരിയാണ്. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ജനിതക കാരണങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? ജനിതക കാരണങ്ങൾ സംസാരിക്കാതെ മറുപടി. നമസ്കാരം, ആരാ വിളിക്കുന്നേ? ഷൈനി. എവിടുന്നാ? പറഞ്ഞോളൂ. പറയൂ ചോദ്യം ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം കുറയ്ക്കാമോ? ഇനി പറഞ്ഞോളൂ. അതെന്റെ തലയുടെ മുകളിലെ ഒരു നെറുകയിലായിട്ട് ചെറിയ മഴയുണ്ട്. പ്രമേഹമുള്ള ആളാണോ? പ്രമേഹമൊന്നുമില്ല, അസുഖമൊന്നും വേറെ അസുഖമൊന്നുമില്ല. തലയിലൊരു മഴ ചെറുതായിട്ട് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നുണ്ട്. വേദനയൊന്നുമില്ല, ഇങ്ങനെ തൊടുമ്പോ നല്ല കല്ലിച്ചെന്നെ ഇരിക്കുന്നു. അതെന്താന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും അത് മിക്കവാറും നമുക്ക് ഭയക്കേണ്ടതായിട്ടുള്ള ഒന്നും ആയിരിക്കത്തില്ല. നമുക്ക് ഓസ്റ്റിയോമ എന്നൊക്കെ പറയുന്ന ചെറിയൊരു മുഴ തലയിൽ ഇങ്ങനെ വരാം. ഏതായാലും നമ്മളുടെ ഇന്നത്തെ വിഷയം മാഡം പ്രമേഹ രോഗത്തെ സംബന്ധിക്കുന്ന രോഗങ്ങളാണ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഒരു സർജനെ കാണിക്കുന്നതായിരിക്കും. കാസർഗോഡ് ഒരു സർജനെ കാണിക്കുക. തലയിലുള്ള കൊച്ചുമുഴകൾ നമുക്ക് അവഗണിക്കാവുന്നതാണ്, എങ്കിലും ഒരു ഡോക്ടറെ കാണിക്കണം. ശരി, വിളിച്ചതിന് നന്ദി. മറ്റേ അവർക്ക് അസുഖമായപ്പോൾ വിളിച്ചു ചോദിച്ചു എന്നുള്ളത് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഈ നമ്മൾ ഈ വിയർപ്പ് ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പം സോക്സ് ഒക്കെ ഇട്ട് കിടക്കുന്ന പ്രമേഹ രോഗികളുണ്ട് രാത്രി കാലങ്ങളിൽ. അപ്പോൾ നമ്മളൊക്കെ ഇപ്പൊ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ ദിവസവും നമുക്ക് മാറ്റേണ്ടി വരും. കാരണം വിയർപ്പ് കാരണം സോക്സിൽ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും. അപ്പോൾ പ്രമേഹ രോഗികൾ പലപ്പോഴും ഈ ന്യൂറോപ്പതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സോക്സ് വേണമെങ്കിൽ എല്ലാ ദിവസവും ഒരെണ്ണത്തിന് ഉപയോഗിക്കാം. പക്ഷെ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, വിയർപ്പ് നഷ്ടപ്പെടുന്നുണ്ടാണ്. ഗുഡ് മോർണിംഗ്. ഹലോ, ആരാ സംസാരിക്കുന്നേ? എവിടുന്നാ? എവിടെ? പിലക്കാട്.
എന്റെ ഹസ്ബൻഡിനെ വേണ്ടിട്ട് വിളിക്കണേ. ചോദിച്ചോളൂ. പറയൂ. ആൾക്ക് 20 വർഷമൊക്കെ ആയിട്ട് 30 വർഷമായിട്ട് പ്രമേഹമുണ്ട്. 30 വർഷമായിട്ട് പ്രമേഹമുണ്ട്. അദ്ദേഹത്തിന് എത്ര വയസ്സായി ഇപ്പോ? ഇപ്പൊ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ആയിട്ടുണ്ട്. എത്ര വയസ്സുണ്ട് അദ്ദേഹത്തിന്? 61. ഓക്കെ. മാഡത്തിന്റെ ചോദ്യം എന്താണ്? ഇത് പ്രമേഹ കാലില് ഭയങ്കര തരിപ്പുണ്ട് ആൾക്ക്. 2 കാലിലും തരിപ്പുണ്ട് അല്ലേ? ഒരു കാലില് മാത്രം. ഓക്കെ. വേദനയാണ്? കാലിലുണ്ട് അടിയില് തരിപ്പ്. വേദനയൊന്നുമില്ല, തരിപ്പുണ്ട്. ഓക്കെ മാഡം. അത് ഡോക്ടർ പറഞ്ഞിട്ട് നോക്കിയപ്പോ മരുന്നിനൊക്കെ എഴുതിയ തന്നു. ഇപ്പൊ ഈ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് മാറിയിട്ടില്ല. ഓക്കെ മാഡം. നമ്മള് ഈ വർഷത്തെ പ്രമേഹ രോഗ ദിന സന്ദേശം തന്നെ നമ്മുടെ പാദപരിചരണമാണ്. അപ്പൊ പ്രമേഹ രോഗികൾക്ക് അധികകാലം പ്രമേഹം നീണ്ടു നിൽക്കും. ചെരുപ്പ് വളരെ നല്ലതാണ്. നമുക്ക് ഡോക്ടർ അങ്ങനെ ഒരു ചെരുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിരുന്ന് നന്നായിരിക്കും. അത് ചികിത്സയുടെ ഭാഗമായിട്ടുള്ളതാണ്, വളരെ നല്ലതാണ്. പക്ഷെ നമുക്ക് ഈ പ്രമേഹ രോഗ സന്ദേശമായിട്ട് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്ന കാരണം നമുക്ക് ഈ പറഞ്ഞ പെരുപ്പുണ്ടല്ലോ, അത് ന്യൂറോപ്പതിയാണ്. അത് ദീർഘകാലം പ്രമേഹം നീണ്ടു നിൽക്കുന്ന 75% പ്രമേഹ രോഗികൾക്കും വരുന്ന ഒരു അനുബന്ധ രോഗമാണ്. നമുക്ക് കാലിൽ പെരുപ്പും തരിപ്പും തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ചികിത്സ അതിന് വേണം. പക്ഷേ ഞാനെപ്പോഴും പറയാം, ഈ പ്രമേഹ രോഗം എന്ന് പറയുന്നൊരു ഭ്രാന്ത് പോലെയാണ്. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ച് ഈ ഫോണെല്ലാം കൂടി എടുത്തെറിയുവാണെങ്കിൽ ഇപ്പൊ എന്റെ കൈ വെട്ടുകയല്ല വേണ്ടത്, എന്റെ ഭ്രാന്ത് ചികിത്സിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതുപോലെ പ്രമേഹ രോഗത്തിന് നമുക്ക് കാലിൽ പെരുപ്പൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മുറിവ് അങ്ങനെയൊക്കെ വന്നാൽ പോലും നമുക്ക് കാലുകൾ മുറിച്ചു മാറ്റപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷെ 85% അത്തരം മുറിച്ചു മാറ്റപ്പെടുന്ന കാലുകളും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അവിടെ നമുക്ക് പ്രധാനം അടിസ്ഥാന രോഗമായ ഈ പ്രമേഹം ചികിത്സിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 200 എന്നുള്ളത് വളരെ താഴ്ന്ന നിലയിൽ എത്തിക്കുന്ന രീതിയിൽ ഡോക്ടർ കൂടെ പോയി കണ്ട് ആ രീതിയിൽ ക്രമീകരിച്ച് ഭക്ഷണവും വ്യായാമവും വേണം. കാലിൽ പെരുപ്പ് വന്ന സ്ഥിതിക്ക് നടക്കുന്നത് തീർച്ചയായും നല്ലതാണ്. ഒരു കാര്യം വേണം, ഭർത്താവിന്റെ കാര്യത്തിൽ 2 നേരം നടക്കുന്നത് നന്നായിരിക്കും. പക്ഷെ എനിക്ക് ഒരു ചെറിയൊരു നിർദ്ദേശം തരാനുള്ളത് കാലുകളിൽ പെരുപ്പുള്ള സ്ഥിതിക്ക് ഇത് സൂചിപ്പിക്കുന്ന സ്പർശനം നന്നായി കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സ്പർശനം നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് നടക്കുമ്പോൾ എപ്പോഴും പാദരക്ഷ വേണം. ചൂടുവെള്ളം അധികം ഉപയോഗിക്കല്ല കാലില്, കാരണം നമുക്ക് ചൂട് ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല. മുറിവ് പറ്റാൻ സൂക്ഷിക്കണം. അപ്പോൾ ഇത് ഒരു പ്രാരംഭ ദശയാണ് എന്ന് കരുതുക. പക്ഷെ നമുക്ക് ചികിത്സിക്കുകയാണ് എങ്കിൽ പൂർണ്ണമായിട്ടും ഇത് പഴയ രൂപത്തിൽ വന്നെത്തിച്ചേരും. ശരി മാഡം, വിളിച്ചതിന് നന്ദി. ഈ ജനിതക കാരണങ്ങളാണെന്നാണ് ഞാൻ അതെ നമുക്ക് ജനിതക കാരണങ്ങളുണ്ട്. അതിന്റെ അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ശക്തമായിട്ട് തന്നെ ഭാരതത്തിൽ മാത്രമല്ല ഈ ഏഷ്യയിൽ മുഴുവനായിട്ടുണ്ട്. പക്ഷെ ഭക്ഷണമാണ് പ്രധാന കാരണം. നമസ്കാരം. നമസ്കാരം. ആരാ വിളിക്കുന്നേ? കോട്ടയത്ത് നിന്ന് ശ്യാമളയാണ്. ശ്യാമള സംസാരിച്ചോളൂ, ഡോക്ടർ സംസാരിച്ചോളൂ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ടിവിയുടെ വോളിയം കുറയ്ക്കാവോ? മാഡം ചോദ്യം ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസം 10-ാം തീയതി പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പം ചെന്നതിന് ശേഷം അവര് ഷുഗർ പരിശോധിച്ചു, ഷുഗർ ഇല്ല. അതിനുശേഷം എനിക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നോണ്ട് എനിക്ക് ട്രിപ്പ് തന്ന് 12 കുപ്പി ട്രിപ്പ് എടുത്തു. ആ ട്രിപ്പ് എടുത്തതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് അല്പം എനിക്ക് കുറവ് തോന്നി. ഞാൻ എഴുന്നേറ്റ് ഒരു 10 അടിയോളം നടന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ വന്ന് കിടന്നപ്പോ എനിക്ക് ചങ്കിനൊരു ഇടിപ്പ് പോലെ തോന്നി. അത് ഞാനിപ്പോഴാണ് ഡോക്ടറോടാണ് പറയുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ ഡോക്ടറോടൊന്നും പറഞ്ഞില്ല. അതിനുശേഷം എനിക്ക് ഭയങ്കര പരവേശം, ഭയങ്കര ദാഹമായിരുന്നു. ദാഹം എന്ന് പറഞ്ഞാല് ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് തോന്നി. അവരും പറഞ്ഞിട്ട് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു ഒരു 1.5 മാസത്തോളം ഭയങ്കര ദാഹമായിരുന്നു. ഒരുപാട് നാരങ്ങ വെള്ളം ഇങ്ങനെ ഒരുപാട് പഞ്ചസാരയൊക്കെ ഇട്ട് ദാഹം ശമിക്കാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുമായിരുന്നു. അപ്പൊ മാഡത്തിന് എത്ര വയസ്സായിട്ടുണ്ട്? 53 വയസ്സായി. അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അതിനുശേഷം ഞാൻ 2-3 പിന്നെ ഈ മരുന്ന് കഴിച്ച് എനിക്ക്
പിന്നെ 90 ഞാൻ പത്യം നോക്കി. ഷുഗർ എത്ര വരെ പോയി മാഡം? 390. ഓക്കെ. അപ്പൊ കുറച്ച് വണ്ണ കൂടുതലുള്ള ആളാണ് ശരീരം? അതെ അതെ അതെ. ഒരു 163 സെന്റിമീറ്റർ പൊക്കമുണ്ട്. 84 കിലോ തൂക്കം ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള അധികമുണ്ട്. പക്ഷെ എനിക്ക് 14 കിലോ കുറഞ്ഞു. അത് ഈ ചോദ്യത്തിൽ ഒരുപാട് പ്രയോജനകരമായ സന്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 14 കിലോ എനിക്ക് കുറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ചു നാള് മരുന്ന് കഴിച്ച പിന്നും കൂടി ഇല്ലില്ല. ഞാൻ ഈ പത്യം ശരിക്കും നോക്കുന്ന ആളാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഛർദിക്കാൻ വരുവോ, അതുപോലെ വയറ്റിൽ നിന്ന് വയറിളകി പോവുക, തലവേദന, തലകറക്കം, ഇതെല്ലാം വന്നു. അപ്പൊ എനിക്ക് ഇതുണ്ട്, പ്രഷറും ഉണ്ട്. പ്രഷർ എത്ര വർഷമായിട്ടുണ്ട്? ഇല്ല, അത് 3-4 മാസം ഡിസംബറിലായിരുന്നു, കഴിഞ്ഞ ഡിസംബറിലാണ് തുടങ്ങിയത്. അപ്പൊ മാഡത്തിന് ഇതിന്റെ വിശദീകരണമാണ് ആവശ്യം അല്ലേ? അല്ല, ഞാൻ അതിനുശേഷം 3-4 മാസം മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തലകറക്കം ഛർദിക്കാൻ വരുന്ന പോലെ തോന്നിയപ്പോ ഞാൻ ഈ പ്രഷറിന്റെ ഷുഗറിന്റെ മരുന്നൊക്കെ അങ്ങ് നിർത്തി. നിർത്തിയതിന് ശേഷം ഞാൻ ഒരു 1.5 മാസം കഴിഞ്ഞ് വീണ്ടും പരിശോധിക്കുമ്പോ എനിക്ക് 90 ഉള്ളൂ ഷുഗർ. അപ്പം ഇപ്പം ഞാൻ ഒരു 3-4 മാസമായിട്ട് മരുന്ന് ഒന്നും കഴിക്കുന്നില്ല. എനിക്ക് ഷുഗറും കുറവാണ്, പ്രഷറും നോർമലാണ്, വേറെ ഇതൊന്നും ഇല്ല. അപ്പൊ ഡോക്ടറിനെ പരിപാടി ഞാൻ പല പ്രാവശ്യം ടിവിയിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നു ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മരുന്ന് നിർത്താൻ പാടില്ല. അപ്പൊ അതിനെ പറ്റി ഒന്ന് നല്ല ചോദ്യമാണ് മാഡം. അതായത് ഇപ്പൊ ഈ പ്രമേഹം പല വിധത്തിലുണ്ടല്ലോ. അപ്പൊ മാഡം ഇപ്പൊ ഈ രീതിയിൽ പ്രമേഹം കണ്ടുപിടിക്കുകയും ഇപ്പൊ ഞാൻ നന്നായിട്ട് ഭക്ഷണമൊക്കെ ക്രമീകരിക്കുന്ന ഒരാളാണ് എന്ന് മാഡം പറയുകയും ചെയ്തു. അപ്പൊ അതുപോലെ ആത്മാർത്ഥതയോടുകൂടി ഭക്ഷണം ക്രമീകരിക്കുകയും ഭാരം കുറയ്ക്കുവാനും ശ്രമിക്കുന്ന ഒരാളാണ് എങ്കിൽ ഒരു പക്ഷേ ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും ഇനി തിരിച്ചു വന്നില്ല എന്ന് വരും. അതായത് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുണ്ട് എങ്കിലും ചിലപ്പോ ഇനി ഈ രോഗം വന്നില്ല എന്ന് വരും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ശരീരഭാരം കുറച്ച് കൂടുതലായിരുന്നു, രക്തസമ്മർദ്ദം ഉണ്ടായിരുന്ന ഒരു രോഗിയായിരുന്നു. ഞാൻ പറയാം, പിന്നെ ഇപ്പൊ 4 കിലോ കൂടി. ഞാൻ അതിലേക്ക് വരികയാണ്. അതായത് 1.5 മാസം ഞാൻ ആഹാരം ഒന്നും കഴിക്കുന്നില്ലായിരുന്നു, വെള്ളം മാത്രമായിരുന്നു. പക്ഷെ അതത്ര ഓക്കെ. എന്നാലും ഇപ്പൊ നമുക്ക് ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശരീരഭാരം കൂടുതലുള്ള ഒരാളായിരുന്നു, ഇപ്പൊ നമുക്ക് രക്തസമ്മർദ്ദം കൂടുതലുള്ള ഒരാളായിരുന്നു. ഈ രണ്ടും പ്രമേഹ രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്, റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് രണ്ടുമുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ ഒരു സാഹചര്യം അനുകൂലമായി ഒരുങ്ങി കിട്ടുകയാണ് എങ്കിൽ പ്രമേഹം അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ പടികടന്നു വരും. അപ്പോൾ ഈ വാതായനം തുറന്നിട്ടത് വാസ്തവത്തിൽ ആ പനിയും ആ ചികിത്സയുമായിരുന്നു. അപ്പൊ അതൊരു സ്ട്രെസ് ആയിരുന്നു. ആ പനിയായിട്ട് പെട്ടെന്ന് അഡ്മിറ്റ് ആയത് ഒരു സ്ട്രെസ് ആയിരുന്നു, ക്ഷീണമായിട്ട് അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ ഈ പ്രമേഹം രക്തത്തിലെ പഞ്ചസാര ഒരുപാട് വർദ്ധിപ്പിക്കുമ്പോൾ പ്രമേഹം നമ്മുടെ ശരീരത്തിനെ ശോഷിപ്പിക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ നമ്മൾ അഥവാ ഭക്ഷണമൊന്നും ക്രമീകരിച്ചില്ലെങ്കിൽ കൂടിയും വെയിറ്റ് ഒരുപാട് നഷ്ടപ്പെടും. ആ വെയിറ്റ് നമ്മൾ ചികിത്സ തുടങ്ങുമ്പോഴത്തേക്ക് ബ്ലഡ് ഷുഗർ നോർമൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട ശരീരഭാരം പിന്നെയും തിരിച്ച് പതിയെ വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് ബ്ലഡ് ഷുഗർ ഇപ്പം നോർമലായി, പ്രഷർ നോർമലായി എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണം ഭംഗിയായിട്ട് കുറയ്ക്കുവാനും സാധിക്കും. അങ്ങനെ പ്രമേഹത്തെ അകറ്റി നിർത്താൻ സാധിക്കും. പക്ഷെ ഈ വണ്ണക്കൂടുതൽ അതുപോലെ തുടരുകയാണ് എങ്കിൽ ഒരു അനുകൂല സാഹചര്യം ഇനി ഉണ്ടാകുകയാണെങ്കിൽ പിന്നെയും ഇത് പ്രത്യക്ഷപ്പെടാം. ശരി മാഡം, വിളിച്ചതിന് നന്ദി. ഇവിടെ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രമേഹം വരാനുള്ള സാഹചര്യങ്ങൾ, അതായത് കൊളസ്ട്രോൾ കുറച്ച് കൂടി നിൽക്കുക, ശരീരഭാരം വർദ്ധിച്ചിരിക്കുക, നമുക്ക് BP യുടെ ചികിത്സയിലിരിക്കുക BP കുറച്ച് കൂടുതലായിട്ടിരിക്കും, ഇവിടെയെല്ലാം പ്രമേഹം വരാൻ സാധ്യത കൂടുതലാണ്. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? ഡൽഹിയിൽ നിന്ന്. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. മാഡം പറഞ്ഞോളൂ. ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ അമ്മ പാലക്കാടിലാണ്. അമ്മ പാലക്കാടാണ്. അമ്മയ്ക്ക് വേണ്ടിയാണ് മാഡം വിളിക്കുന്നത്, പറയൂ. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അമ്മയ്ക്ക് എത്ര വയസ്സായി? അമ്മയ്ക്ക് 56 വയസ്സായി. അമ്മയ്ക്ക്
ITP, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ഈ 3 അസുഖമുണ്ട്. അമ്മയ്ക്ക് ബ്ലഡ് പ്രഷറിന്റെ അസുഖമുണ്ട്, ഡയബറ്റീസിന്റെ അസുഖമുണ്ട്. പറയൂ. ITP ഉണ്ട്. ITP എന്തുണ്ട്? ITPയോ? ITP, പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. ത്രോംബോസൈറ്റോപീനിയ പർപ്യൂറ ഉണ്ട്. ശരി, പറയൂ. ആ അസുഖമുണ്ട്. അപ്പൊ അത് 4 വർഷം മുമ്പാണ് അതിന്റെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് റിക്കവർ ചെയ്ത് വരാൻ ഡോക്ടേഴ്സ് കുറെ സ്റ്റെറോയിഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. അതെ അതെ അതെ. അപ്പൊ ആ സ്റ്റെറോയിഡ്സ് കഴിക്കാൻ തുടങ്ങിയ ശേഷം അമ്മയ്ക്ക് അപ്പോഴാണ് ഈ ഡയബറ്റീസിന്റെ അസുഖം തുടങ്ങിയത്. നമുക്ക് മാഡത്തിന്റെ ചോദ്യം സ്റ്റീറോയിഡ്സും ഡയബറ്റീസും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണോ? ITP ഇപ്പൊ എങ്ങനെയാണ്? പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ നോർമലാണോ ഇപ്പൊ? പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലാണ്. 4 വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്ത ശേഷം സ്റ്റെറോയിഡ്സും പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനും ഒക്കെ നടന്ന ശേഷം നോർമലായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് എവറി ഇയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനും സ്റ്റെറോയിഡ്സും പിന്നെയും പക്ഷെ ഈ വർഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം ക്ഷീണമുണ്ട്. കയ്യും കാലത്തും ഇങ്ങനെ കുഴഞ്ഞു പോണ പോലെയുള്ള ക്ഷീണമുണ്ട്. മാഡം നമുക്ക് ഈ ITP പോലെയൊക്കെയുള്ള മറ്റ് പല സന്ദർഭങ്ങളിലും നമുക്ക് പ്രമേഹ രോഗം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ സ്റ്റീറോയിഡ് ഔഷധങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളുടെ വൈദ്യശാസ്ത്രത്തിലുണ്ട്. ത്വക്ക് രോഗ ചികിത്സയിൽ, വൃക്കരോഗ ചികിത്സയിൽ, ക്യാൻസർ രോഗ ചികിത്സയിൽ, ഇതുപോലെ ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സിൽ, ആസ്മയിൽ. അപ്പോൾ അങ്ങനെ സ്റ്റീറോയിഡ് കാരണം പ്രമേഹം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മറ്റേതൊരു പ്രമേഹത്തെ പോലെയും ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുത്ത് തന്നെ ചികിത്സിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ ITP കൂടുതൽ ഗുരുതരമായിട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ സ്പ്ലീൻ മാറ്റുകയാണെങ്കിൽ, സ്പ്ലെനക്ടമി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ അസുഖം പൂർണ്ണമായിട്ട് തന്നെ അപ്രത്യക്ഷമാകാനൊരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ടെസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു സ്പ്ലെനക്ടമി ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റെറോയിഡ്സിലെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അമ്മയ്ക്ക് പ്ലേറ്റ്ലെറ്റ്സിന്റെ അസുഖം. പക്ഷെ ആ സമയത്ത് ഷുഗർ കൂടുന്ന സമയത്ത് ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോർമലായി അമ്മ വീട്ടിൽ വന്നിട്ടും പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. കയ്യും കാലും കുഴഞ്ഞു പോവാ, ഒന്നും എണീറ്റ് നടക്കാനേ പറ്റില്ല. അങ്ങനെ ഒരു ക്ഷീണം വല്ലാണ്ട് ജാസ്തി വരുന്നു. അപ്പൊ അത് ഷുഗർ കാരണമാണോ അതോ ഈ ITP കാരണമാണോ? അതെന്തായിരിക്കും കാരണം? അതിനെന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ മാഡം, മനസ്സിലായി. അതായത് ITP കാരണം അങ്ങനെ ഒരു ക്ഷീണം വരാൻ സാധ്യതയില്ല. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ നോർമലായിട്ട് ബാക്കി ഭാഗങ്ങൾ നോർമലായി എങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ ഈ പരിപാടിയിൽ പറഞ്ഞതുപോലെ ജനിതക കാരണങ്ങളാലും നമുക്ക് ഈ ഒരു പ്രദേശത്ത് പ്രമേഹ രോഗ സാധ്യത വളരെ കൂടുതലായിരിക്കെ നമുക്ക് പ്രമേഹം വരാനുള്ള ഒരു സന്ദർഭം ഒരുങ്ങി കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ പോലും പിന്നീടും ഒരു ഇടവേളയ്ക്ക് ശേഷം അത് പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് ഈ ക്ഷീണത്തിന് കാരണം ചിലപ്പോൾ ഡയബറ്റീസ് ആയി എന്ന് വരാം. തീർച്ചയായിട്ടും പാലക്കാട് ഫോൺ ചെയ്ത് അമ്മയുടെ ബ്ലഡ് ഷുഗർ ഒക്കെ നോക്കുക. ഇത് പിന്നെ ഈ ചികിത്സയില്ലാത്ത രോഗമല്ലല്ലോ, കാരണം ഭംഗിയായിട്ട് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗമായിട്ട് പ്രമേഹം മാറിക്കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. മാഡം, താങ്ക്സ് ഫോർ കോളിംഗ്. ബ്ലഡ് ഷുഗർ ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ അമ്മയ്ക്ക് 180 ഉണ്ടായിരുന്നു റീഡിംഗ്. അപ്പൊ അതിനിപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഈ ക്ഷീണം മാറാൻ വേണ്ടിട്ട് എന്താ ചെയ്യാൻ പറ്റുക? മാഡം, നമുക്ക് ക്ഷീണം മാറാനായിട്ട് തീർച്ചയായിട്ടും പ്രമേഹ രോഗത്തിന്റെ ചികിത്സയാണ് വേണ്ടത്. കാരണം അമ്മയുടെ പ്രായവും ബ്ലഡ് ഷുഗർ ആഹാരത്തിന് ശേഷവും അതുപോലെ HbA1c ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് അമ്മയ്ക്ക് അനുയോജ്യമായൊരു മരുന്നാണ് നിർദ്ദേശിക്കേണ്ടത്. നമുക്ക് ഈ ഒരു പരിപാടിയിൽ അങ്ങനെ നിർദ്ദേശിക്കാൻ കഴിയില്ല. പക്ഷെ തീർച്ചയായിട്ടും വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ സൗകര്യമുള്ള ഒരു സ്ഥലത്തോ ഒരു പ്രമേഹ രോഗ വിദഗ്ധന്റെ ടീമിനെ നേരിട്ട് കണ്ട് ITPയുടെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഒരു ചികിത്സ നൽകിയാൽ തീർച്ചയായിട്ടും ക്ഷീണം മാറും. താങ്ക് യു. അകലെ ഇരിക്കുന്ന ക്ഷീണം വന്നതാണ് മാഡത്തിന്. ഇത് എന്നെല്ലാം മനസ്സിലാക്കുന്നത് ദിനചര്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഇത്രയും കോളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. ഡോക്ടറുടെ മറുപടി ഒരു കോള. ഹലോ, ആരാ വിളിക്കുന്നേ? എവിടുന്നാ? സംസാരിച്ചോളൂ ഡോക്ടറോട്. പറയൂ. ഗുഡ് മോർണിംഗ്. അതെ അതെ, നല്ല ചോദ്യമാണ്. പാദ സംരക്ഷണം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് ഓക്കെ അതായത് നമ്മൾ പാദങ്ങൾ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് സ്വയം ഒന്ന് നിരീക്ഷിക്കുക. കഴിയുമെങ്കിൽ ഭംഗിയായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി. ചില പ്രമേഹ രോഗികൾക്ക് കാഴ്ചക്കുറവാണ്, കാറ്ററാക്ട്, റെറ്റിനോപ്പതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചികിത്സയിലായിരിക്കാം. അപ്പോൾ
നമുക്ക് ചിലപ്പോൾ കൂടെയുള്ള ഒരു മകന്റെയോ മകളുടെയോ ഭാര്യയുടെ ഭർത്താവിന്റെ സഹായത്തോടു കൂടി കാലിന്റെ അടിവശത്ത് കൊച്ചു മുറിവുകളോ കൊച്ചു അടയാളങ്ങളോ ഉണ്ടെങ്കിൽ പോലും അത് ശ്രദ്ധിക്കുക. അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ പിറ്റേ ദിവസം കാണിക്കുക. നമ്മൾ കഴുകി ഇങ്ങനെ വൃത്തിയാക്കുമ്പോഴത്തേക്ക് വിരലിന്റെ ഇടകളൊക്കെ ഭംഗിയായിട്ട് കഴുകാം. നഖം വെട്ടാനായിട്ട് പ്രമേഹ രോഗികൾക്ക് ഒരു ആത്മവിശ്വാസം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും പരസഹായം തേടുക. കഴുകുന്ന സാധാരണ വെള്ളത്തിൽ കഴുകാൻ മതി. കഴുകുന്നത് നമുക്ക് സോപ്പ് വെള്ളത്തിൽ കഴുകാം. നമുക്ക് നല്ലൊരു മിനുസമുള്ള ഒരു ടവൽ ഉപയോഗിച്ച് തുടയ്ക്കാം. നല്ല ഹാർഡായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തുടയ്ക്കരുത്. പിന്നെ പാദ സ്പർശനം കുറവാണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളവും മറ്റും ഉപയോഗിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ ചൂടറിയുവാൻ കഴിയാതെ വരും. നിരവധി പേർക്ക് എനിക്ക് തോന്നുന്നത് 90% പാദത്തിലെ വ്രണങ്ങൾ വന്നിരിക്കുന്നത് അവരുടെ തന്നെ സ്വയം ചികിത്സ കാരണമാണ്. ഈ പാദങ്ങളുടെ നീറ്റലും പെരുപ്പും കാരണം ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക, ഇലകൾ മറ്റും ചൂടാക്കി ഇഷ്ടിക ചൂടാക്കി അതിൽ വെക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പ്രമേഹ രോഗിക്ക് താൽക്കാലികമായിട്ടൊരു സുഖം കിട്ടുകയാണ്. ഈ പെരുപ്പ് പോകുന്ന പോലെ തോന്നും. പക്ഷെ ഇങ്ങനെ നമ്മൾ അമർത്തി വെക്കുമ്പോഴത്തേക്ക് വാസ്തവത്തിൽ അവരറിയാതെ ആ ഭാഗം മുഴുവൻ പൊള്ളുകയാണ്. അങ്ങനെ വ്രണം ഉണ്ടാകുക. നമ്മള് ഇപ്പം പാദങ്ങൾക്ക് അഥവാ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ അസുഖത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം പാദരക്ഷകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ പാദരക്ഷകൾ പ്രമേഹ രോഗികൾക്കായിട്ട് മൈക്രോസെല്ലുലാർ പോളിമർ ഇങ്ങനെ പല പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാദരക്ഷകളുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് പ്രമേഹ രോഗിക്ക് ഈ കാലിൽ സ്പർശനം ഇല്ലാത്തത് കാരണം പല ആൾക്കാർക്കും നമ്മൾ ഷൂസ് തിരഞ്ഞെടുക്കുകയും ചെരുപ്പ് തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അവർ പറയും ലൂസ് എന്ന് പറയും. അപ്പൊ വാസ്തവത്തിൽ ലൂസ് ആയിരിക്കത്തില്ല. കാരണം ഇവർക്ക് ഈ ചെരുപ്പ് കുറച്ചുകൂടി ചെറുത് കിട്ടുമ്പോഴത്തേക്കായിരിക്കും അവരിത് ഇട്ടതുപോലെ അവർക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് അനുയോജ്യമല്ലാത്തൊരു ചെറിയ പാദരക്ഷയാണ് നമ്മൾ ഇട്ട് നടക്കുന്നതെങ്കിൽ ഈ പാദങ്ങൾ വളഞ്ഞു പോകാനും ഉള്ളിൽ ഒടിവ് വരാനും, അതായത് ചാർക്കോൾ ജോയിന്റ്സ് എന്ന് പറഞ്ഞ ഒരു ആർത്രോപ്പതി വരും. ഈ സ്പർശനമില്ലാത്തത് കാരണം ഓരോ സന്ധികൾ അകത്ത് ഒടിഞ്ഞു പോകും. ഇവിടെയല്ല തെറ്റായി നടക്കുന്നത് കൊണ്ടും തെറ്റായി പ്രഷർ കൊടുക്കുക. ഇതൊന്നും രോഗി അറിയുന്നില്ല ഈ രോഗിയാണ്. അപ്പോൾ നഖം വെട്ടുന്ന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുറച്ച് ഡിസ്റ്റൻസ് നഖത്തിൽ ഇട്ടിട്ട് വേണം നഖം വെട്ട്. ഉള്ളിലേക്ക് നഖം വെട്ടരുത്. അതുപോലെ കുഴിനഖമുണ്ടോ, ഉള്ളിലേക്ക് നഖം വളരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ മറ്റൊരാൾ നിരീക്ഷിച്ച ശേഷം അങ്ങനെ വല്ലതും ഉണ്ടോ എങ്കിൽ ഡോക്ടറെ ഡേ ടു ഡേ ബേസിസ് പരിരക്ഷ ആവശ്യമാണ്. തീർച്ചയായും നിത്യേന ദിവസവും പരിരക്ഷ ആവശ്യം. ഒരു വാചകത്തിൽ പറഞ്ഞ ദിവസവും ശ്രദ്ധിക്കാം. രശ്മി, നന്ദി. ഇതൊരു നല്ല ചോദ്യമായിരുന്നു. കാരണം ഇതൊക്കെ പറഞ്ഞല്ലോ ഈ എങ്ങനെ പരിരക്ഷിക്കാന്നുള്ളതാണ്. നമ്മൾ ജനിതക കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ മാത്രം ഇങ്ങനെ ജനിതക കാരണങ്ങൾ കൂടാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം കൂടാനുള്ള കാരണം നമ്മുടെ പ്രദേശത്തിന്റെ പ്രത്യേകത. ഹലോ, ആരാ വിളിക്കുന്നേ? പേരെന്താ? ബിന്ദു, സംസാരിച്ചോളൂ. പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗമാണെന്ന് പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട്, ഹാർട്ട് പേഷ്യന്റും എല്ലാം ആണ്. അപ്പം മകൾക്കും അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത്തിരി അമിതവണ്ണമൊക്കെ ഉണ്ട്, 27 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ ലോ BP ആണ്. വരാൻ ചാൻസ് ഉണ്ടോ? തലവേദനയും എല്ലാം ഉണ്ട്. 1.5 വർഷത്തോളം ഭയങ്കര തലവേദനയൊക്കെയാണ്. ഇപ്പൊ ആയുർവേദ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറവുണ്ട്, തലവേദനയൊക്കെ നല്ല കുറവുണ്ട്. ആഹാരം കഴിക്കാണ്ടിരിക്കാനും പറ്റില്ല, ഭയങ്കര തല ഇറക്കമാണ്. ഇങ്ങനെ ആഹാരം കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ആഹാരം കൺട്രോൾ ചെയ്യുമ്പോൾ ഭയങ്കര തല ഇറക്കവും അങ്ങനെയൊക്കെയാണ്. അമ്മയ്ക്ക് ഭയങ്കര ഷുഗറും BP ഒക്കെ കൂടുതലാണ്. സ്വാഭാവികമായ ചോദ്യമാണ്. അതായത് എനിക്ക് വണ്ണം കൂടുതലാണ്, വണ്ണം കുറയ്ക്കുവാനായിട്ട് ആഹാരം കുറയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. ബിന്ദുവിന്റെ ആ ചോദ്യത്തിന്റെ ആ സാരം ഞങ്ങൾക്ക് മനസ്സിലായി. ആദ്യമായിട്ട് ഒരു കാര്യം പറയേണ്ടത്, ഇപ്പോ നമ്മൾ ഇത്തരം പരിപാടികളിലൂടെ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ഭീതി കുറയ്ക്കുക, ബോധം കൊടുക്കുക. അപ്പൊ ഈ ഭീതി ഒരിക്കലും ഇത് കാരണം കൂടാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു കാര്യം ബിന്ദു മനസ്സിലാക്കേണ്ടത്, ജനിതക കാരണങ്ങൾ ഇപ്പോ നമ്മളിവിടെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരു പ്രധാന ഘടകം തന്നെയാണ്. പക്ഷെ ഈ ജനിതക കാരണം വരുന്ന പ്രമേഹത്തെ 100% എങ്ങനെ പ്രതിരോധിക്കുവാൻ കഴിയും എന്നതാണ് നമ്മൾ ഈ ബോധവൽക്കരണത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ണം കൂടുതലായ ആ വണ്ണത്തെ കുറയ്ക്കാൻ കഴിയും. അത് ക്ഷീണം കൂടാതെ തന്നെ കുറയ്ക്കാൻ കഴിയും. അതായത് ചില വൈറ്റമിൻസും ഒക്കെ ഡോക്ടറോട് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അത് കഴിക്കുക. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം മാത്രം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടത്തില്ല.
രാവിലെയും വൈകിട്ട് നടക്കുകയും കൂടെ വേണം. അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ മകൾക്ക് ഡയബറ്റീസ് വരാനുള്ള പ്രധാന കാരണമായിട്ട് ഞങ്ങൾ ഡോക്ടർമാർ എപ്പോഴും പറയുന്ന വണ്ണം കൂടുതലാണ്. അപ്പോൾ 27 വയസ്സിൽ വണ്ണം കൂടുതലാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ വണ്ണം കുറയ്ക്കണം. ഇനി വണ്ണത്തിന് തൈറോയ്ഡ് പോലെയുള്ള ഏതെങ്കിലും രോഗങ്ങളാണ് കാരണമെങ്കിൽ, കാരണം ക്ഷീണം തൈറോയ്ഡിൽ വരാം, ഹൈപ്പർതൈറോയിഡിസത്തിലൊക്കെ അങ്ങനെയുള്ള രോഗങ്ങൾ കാരണമാണ് എങ്കിൽ ആ രോഗത്തിനും കൂടെ ചിലപ്പോൾ ഇതോടൊപ്പം ഒരു ചികിത്സ വേണ്ടി വരും. അങ്ങനെയാണ് എങ്കിൽ ബിന്ദുവിന് തീർച്ചയായിട്ടും ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണം പകുതിയാക്കുക. നമുക്ക് ചിലപ്പോ ഈ ക്ഷീണത്തിനും ഒക്കെ കാരണമായിട്ട് ഇപ്പൊ എനിക്ക് ഇതിലൂടെ മാത്രം വിശകലനം ചെയ്ത് പറഞ്ഞു തരാൻ കഴിയാത്ത ഏതെങ്കിലും രോഗം കാണുമായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ബിന്ദു ആ രോഗം ഉണ്ടെങ്കിൽ അതിനും കൂടെ ചികിത്സിക്കുക. പക്ഷെ ഈ കേട്ടിടത്തോളം ഗുരുതരമായ രോഗങ്ങളൊന്നും തന്നെ താങ്കൾക്കില്ല. ശരി ബിന്ദു. ഹലോ, ഇന്ത്യയിൽ മാത്രം ഈ ജലത കാരണങ്ങൾ കൂടാനുള്ള കാരണം? അതെ അതെ, നമുക്ക് ഈ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ചില പ്രത്യേക പോക്കറ്റ്സില് പ്രമേഹം കൂടുതലായിട്ടുണ്ടെന്നാണ്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ പ്രമേഹം കൂടുതലായിട്ടുണ്ട്, സൗത്ത് ഏഷ്യയിൽ പ്രമേഹം കൂടുതലായിട്ടുണ്ട്, കാനഡയിലെ ഒരു ഭാഗത്ത്. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? താങ്ക് യു. ആരാ വിളിക്കുന്നത്? സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ മാഡം. പറഞ്ഞോളൂ മാഡം. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് വിളിക്കുന്നത്. 65 വയസ്സുണ്ട്. ഷുഗർ 10 കൊല്ലമായിട്ട് ഷുഗർ ഉണ്ട്. ആഹാര ക്രമീകരണത്തിൽ കൂടെയാണ് നിൽക്കുന്നതേ. അതായത് 10 വർഷമായിട്ട് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. ഡയോണില് ഈ അര വെച്ച് കഴിച്ചോണ്ടിരുന്നു, ഡോക്ടറെ കണ്ടിട്ടേ. ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല. ഇപ്പം കാൽ ഗുളിക കഴിച്ചാ മതി എന്ന് പറഞ്ഞു. ശരി, നോർമൽ ആണ്. ഇപ്പം ഈ പ്രായമായിട്ടും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് വെച്ച് ന്യൂമോണിയ വന്നായിരുന്നു. അപ്പോഴ് ചിലപ്പോഴ് പച്ച ആകുവേ മൂത്രത്തിൽ പിന്നെ ഇങ്ങനെ. ന്യൂമോണിയ വന്ന് കിടന്നപ്പോ ബ്ലഡ് ഷുഗർ കൂടിയായിരുന്നു? ഷുഗർ കൂടിയിട്ടുണ്ടായിരുന്നു. മാഡത്തിന്റെ ചോദ്യം അപ്പൊ ഈ ഭക്ഷണ ക്രമീകരണത്തിലൂടെ പോയാൽ മതി എന്നുള്ള. 6 പേരുണ്ടായിരുന്നു, അവർ 5 പേര് മരിച്ച ഷുഗർ കാരണമൊക്കെയാ. ഒരാളുടെ കാല് മുറിച്ചിട്ട് ഒക്കെയാ. അന്നേരം നമുക്ക് ഈ ആഹാരപദ്ധ്യത്തെ കൂടെ ഒക്കെ കഴിക്കുന്നതേ ഡയോണില് കാൽ വെച്ച് കഴിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. രാവിലെ കാപ്പി കഴിക്കും, ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് ഉണ്ണും, വൈകുന്നേരം ഗോതമ്പ് കഞ്ഞിയും. നമുക്ക് ഈ പ്രമേഹ രോഗത്തിന്റെ ഈ അനുബന്ധ രോഗങ്ങളെല്ലാം പ്രതിരോധിച്ചുകൊണ്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് വളരെ നവീകരിച്ച ഒരു ചികിത്സാ രീതിയാണ്. അതായത് നമ്മളുടെ ഓരോ തെറ്റുകളിൽ നിന്നും നമ്മൾ അതിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തി ആ കുറവുകളെല്ലാം നികത്തിക്കൊണ്ടുള്ള ചികിത്സയാണ്. ഇപ്പൊ മാഡത്തിന്റെ ആ ചോദ്യത്തിന്റെ അവസാന ഭാഗം പറഞ്ഞ ഒരുപാട് പേര് കുടുംബത്തിൽ സഹോദരങ്ങൾ മരിച്ചുപോയി എന്നാണ്, അപ്പൊ നഷ്ടപ്പെട്ടു പോയി എന്നാണ്. അപ്പൊ ഇവിടെ ഒരു കോംപ്രിഹെൻസീവ് ചികിത്സ ഒരുപക്ഷെ ആവശ്യമായിട്ട് വരും. അതായത് രക്തത്തിലെ പഞ്ചസാരയും രക്തത്തിലെ കൊഴുപ്പിനും, അതുപോലെ പാരമ്പര്യ രോഗമാണ് പ്രമേഹം എന്ന് ഞങ്ങളിവിടെ പറയുന്നത് പോലെ തന്നെ പ്രമേഹത്തിന്റെ അനുബന്ധ രോഗങ്ങൾക്കും പാരമ്പര്യ സ്വഭാവമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. പ്രമേഹ രോഗം വൃക്കയിലെ രോഗങ്ങൾ ഉണ്ടാക്കുന്നതും പാദത്തിലെ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കൂടി ഒരു പാരമ്പര്യ സ്വഭാവമുണ്ട്. അപ്പൊ ആ സ്വഭാവത്തെ എല്ലാം പരിഗണിച്ച് ഒരു കോംപ്രിഹെൻസീവ് ഒരു ചികിത്സാ രീതിയിലേക്ക് മാഡം വേണമെങ്കിൽ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ ചികിത്സയോടൊപ്പം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് വ്യായാമവും അതുപോലെ വളരെ വിശദമായ വൈദ്യപരിശോധനയാണ്. ഇപ്പോൾ ഈ വേൾഡ് ഡയബറ്റീസ് ഡേയില് പ്രസ് റിലീസ് വായിച്ചു നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ഓൺ ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു പ്രസ് റിലീസ് ഉണ്ട്. അതായത് പ്രമേഹത്തിന് വേണ്ടി രോഗികൾ നിക്ഷേപിക്കുക എന്നാണ് പറയുന്നത്. അതായത് വിജ്ഞാനവും അതുപോലെ തന്നെ കുറച്ച് പണവും നിക്ഷേപിക്കുക, എന്നിട്ട് നമുക്ക് പ്രായമായ ശേഷം സുഖമായിട്ട് ജീവിക്കുക. ഇപ്പൊ നമ്മൾ പണമൊക്കെ ബാങ്കിൽ ഇടുന്നത് പ്രായമായ ശേഷം നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ. അതുപോലെ പ്രമേഹത്തിനായിട്ട് നിക്ഷേപിക്കുക. അപ്പോൾ നമ്മളുടെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നീണ്ടു നിന്ന് എത്രയോ വർഷങ്ങളായിട്ടുള്ള ചികിത്സയിൽ നമ്മൾ ഈ നിക്ഷേപമില്ല, വളരെ ചെറിയ ഒരു തുകയിൽ പ്രമേഹം ചികിത്സിക്കുക, അവസാനം നമുക്ക് ഗുരുതരമായ രോഗങ്ങൾ ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരുപാട് പണം ചെലവാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ പ്രമേഹത്തെക്കുറിച്ച് കൂടുതൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് പ്രതിരോധിക്കുക. ഞായറാഴ്ചകളിലൊക്കെ പത്രങ്ങളിലൊക്കെ ഈ രോഗങ്ങളെ കുറിച്ചൊക്കെ എഴുതി വരും, അതെല്ലാം വായിക്കുക. ഇതോടെ ഈ അസുഖത്തെ കുറിച്ച് അസുഖങ്ങൾ വരുമോ ഇത്രയും പ്രായമുള്ള മനുഷ്യനെ? ഇങ്ങനെ ഷുഗർ നിയന്ത്രിച്ചാലും വൃക്ക
ഇല്ല, അതിപ്പം സാധാരണ വരുന്ന രീതിയിൽ വരുന്നേ ഉള്ളൂ. അതിന് ചെറുക്കാൻ ആവശ്യമായ നമുക്ക് വിവരം അന്വേഷിച്ച് വെക്കുക. ശരി, വിളിച്ചതിന് നന്ദി. നമുക്ക് ഇത്രയൊക്കെ 10-20 കൊല്ലമായിട്ടേ ഇത് കഴിക്കുന്നുണ്ട്. ഇലക്ട്രോക്സിൻ ഗുളിക തൈറോയിഡ് ഗ്രന്ഥിയുടെ കുഴപ്പം കൊണ്ടേ. അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? എൽട്രോക്സിൻ ഗുളികയ്ക്ക് ഇതുമായിട്ട് ബന്ധമില്ല മാഡം. പക്ഷെ എൽട്രോക്സിൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൈറോയിഡിന്റെ ഹോർമോൺ TSH എങ്കിലും ഒരു 4-5 മാസങ്ങൾ കൂടുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എൽട്രോക്സിന്റെ ഡോസിൽ അല്പം കൂടുതൽ വരികയാണ് എങ്കിൽ ബ്ലഡ് ഷുഗർ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടറെ കാണും. പിന്നെ ഈ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് അതും കൂടി പറഞ്ഞ് അതിനുകൂടി ചികിത്സ ഇതോടൊപ്പം കൊണ്ടുപോകണം. രണ്ടും കുറച്ച് നമുക്ക് ഇത് രണ്ടും കുറച്ച് ബന്ധമുള്ള രോഗങ്ങളാണ്. കാരണം ഈ രണ്ട് ഹോർമോൺ സംബന്ധമായ രോഗങ്ങളാണ്. ഡയബറ്റീസ് ഹോർമോണാണ്, തൈറോയിഡ് ഹോർമോൺ. ശരി മാഡം, സംശയം തീരുന്നില്ല. അതെ അതെ, വേറെ കോൾ കൊടുക്കാം. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ സംസാരിച്ചോളൂ ഇന്ത്യയിലുള്ള. അതെ, നമ്മളെ ഈ ലോകത്തെ ചില പ്രത്യേക പോപ്പുലേഷൻ വിഭാഗങ്ങളിൽ, ഇപ്പോൾ റെഡ് ഇന്ത്യൻസ്, ഗൾഫിലുള്ള ചില നാടുകളിൽ, അങ്ങനെ പല ഭാഗങ്ങളിലും ഒരുപാട് ഗവേഷണം നടത്തുമ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് മറ്റിടങ്ങളിൽ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്. മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, ഇവിടങ്ങളിൽ ഗവേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഇന്ത്യൻ വംശജർ അവിടെ പോയി താമസിക്കുക, അവിടെയും അവർക്കാണ് കൂടുതൽ ഡയബറ്റീസ് വരുന്നത്. അപ്പോൾ ജനിതക കാരണങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ പ്രമേഹ രോഗികള് മരിക്കുന്നത് കാർഡിയാക് അറസ്റ്റ് വന്നിട്ടാണ്, ശരിക്കും ഒരു ഹൃദയസ്തംഭനം വന്നിട്ടാണ്. ഇത് മറ്റേതൊരു വൃക്ക അസുഖം വന്നാലും ഒരു ന്യൂമോണിയ വന്നാലും അവസാനം ഈ ഒരു പ്രമേഹ രോഗി മരിക്കുന്നത്, പ്രമേഹം അടിസ്ഥാനപരമായി ഉള്ള ഒരു പേഷ്യന്റ് വൃക്കരോഗം വന്നാലും ന്യൂമോണിയ വന്നാലും മരിക്കുന്നത് ഹൃദയാഘാതം കൊണ്ടാണ്. ഇത് എത്രത്തോളം ശരിയാണ്? ഹൃദയാഘാതം തന്നെയാണോ കാരണം, അത് മറ്റെന്തെങ്കിലും കാരണമാണോ? ഇത് വളരെ കാലോചിതമായ ഒരു ചോദ്യമാണ് സാറിൻ്റെത്. അതായത് ഈ പ്രമേഹ രോഗിക്ക് എന്ത് രോഗം വന്നാലും അവസാനം മരണകാരണം ഹൃദ്രോഗമാണ്. അപ്പോൾ പ്രമേഹ രോഗത്തെ കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായിട്ട് പറയപ്പെടുന്നത് ഇത് ഹൃദ്രോഗത്തിന് തുല്യമാണ് എന്നാണ്. അതായത് ഏതൊരു പ്രമേഹ രോഗിയെയും നമ്മൾ ഒരു ഹൃദയാഘാതം വന്ന ഒരു രോഗിയായിട്ട് കണ്ട് ചികിത്സിക്കണമെന്നാണ്. അപ്പോൾ ഒരു ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ അടുത്ത ഹൃദയാഘാതം തടഞ്ഞുകൊണ്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഇപ്പോൾ നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ബാബു, ഡോക്ടറോട് സംസാരിച്ചോളൂ. ബാബു സാർ പറയൂ. അതെ സാർ, ബാബു. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പം മുഖവരായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങയുടെ കാര്യം ദൃശ്യമാധ്യമങ്ങളിലും പല ലേഖനങ്ങളിലും കൂടി പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പിന്നെ ചോദ്യം പറഞ്ഞോളൂ സാർ. അപ്പൊ പിന്നെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഭാര്യയ്ക്ക് ഇപ്പൊ 48 വയസ്സായി. ഇപ്പൊ പ്രമേഹത്തിന്റെ അനുബന്ധ രോഗം വന്നു കഴിഞ്ഞു. 2 കാലിലും നീറ്റലും പെരുപ്പുമാണ്. കാന്താരി മുളക് അരച്ചതുപോലുള്ള ഒരുതരം നീറ്റലും കൊണ്ട് വലിയ ബുദ്ധിമുട്ടുമാണ് നടക്കുന്നതിനും. ഇതിന് ശരിയായിട്ടുള്ള ഒരു പരിഹാര മാർഗമുണ്ടോ? ഇതിനേത് മരുന്നാണ് കഴിക്കേണ്ടത്? പിന്നെ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് ഡയോനിലാണ്. പിന്നെ 2-1-2 ഇങ്ങനെയാണ് ഡയോനിൽ കഴിക്കുന്നത്. അപ്പൊ ഇതിന് എന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അങ്ങയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്. ഒരു ദൈവതുല്യമായ രീതിയിലാണ് ഓരോരുത്തർ പറയുന്നത് അങ്ങയെ കുറിച്ച്. കേട്ടപ്പോ എനിക്ക് അങ്ങേയായിട്ടത് ബന്ധപ്പെടണം, അങ്ങേടുത്ത് വരണമെന്നും വലിയ ആഗ്രഹമായിരുന്നു. സന്തോഷം സാർ. ഞാൻ ഇപ്പൊ ഈ നമ്മളെ ഈ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷന്റെ ഒരു യോഗത്തിൽ ജൂണിൽ ഞാൻ പങ്കെടുക്കാനിടയായി. അപ്പോൾ അവിടെ ഈ നമ്മുടെ ഈ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ഔഷധങ്ങളെ കുറിച്ച് വളരെ ശാസ്ത്രീയമായ ഒരു ചർച്ച നടക്കുകയുണ്ടായി. അപ്പൊ ഹരോൾഡ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രകാരൻ ഈ ഗ്ലിബൻഗ്ലമൈഡ് എന്ന ഔഷധത്തെ കുറിച്ചൊക്കെ ദീർഘകാലം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പരിപാടിയിൽ നമുക്ക് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കാം. അപ്പോൾ നമുക്ക് പുതിയ ഔഷധങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഔഷധങ്ങളാണ്. ഇപ്പൊ അങ്ങയുടെ ഭാര്യയ്ക്ക് കാലിൽ കാന്താരി മുളക് അരച്ചതുപോലുള്ള നീറ്റൽ, അത് ഈ രോഗികൾ പലപ്പോഴും പറയുന്ന ഒരു പദമാണിത്. അവരുടെ ഒരു പദപ്രയോഗമാണ് മുളക് അരച്ചതുപോലെ നീറ്റലാണെന്ന്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രമേഹ രോഗം കാരണം വന്ന ഒരു രോഗമാണ്. പക്ഷെ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ കാന്താരി മുളക് അരച്ചതുപോലെയുള്ള ഈ ലക്ഷണത്തിനല്ല നമ്മൾ ചികിത്സിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ചികിത്സ ആവശ്യമാണ്. പക്ഷെ വേദനയ്ക്കും നീറ്റലിനും മറ്റുള്ള ഔഷധങ്ങൾ ഒരുപാട് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഔഷധങ്ങളുടെ പാർശ്വഫലങ്ങൾ അല്പമൊക്കെ ഉണ്ടായിന്ന് വരും.
അപ്പോൾ ആ ഒരു ചികിത്സ തുടങ്ങി പാദങ്ങൾ നന്നായിട്ട് പരിരക്ഷിച്ച് ദയവ് ചെയ്ത് ഇങ്ങനെ നീറ്റലൊക്കെ വരുമ്പോഴത്തേക്കും നീറ്റലിന് ഒരു സുഖം കിട്ടാനായിട്ട് ഭംഗിയായിട്ട് ഒരുപാട് ചൂടുവെള്ളം എടുത്ത് വയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. രാത്രികാലം കിടക്കുമ്പോഴത്തേക്ക് സോക്സ് ഇടുക, ദിവസവും സോക്സ് മാറ്റിക്കൊണ്ടിരിക്കണം. സോക്സിൽ സുഷിരങ്ങൾ വരാൻ പാടില്ല, ചെറു പ്രാണികളകത്ത് കയറും. കാരണം ഈ നീറ്റിലൊക്കെ ഉള്ള ആൾക്ക് കൊതുകോ ഉറുമ്പോ ധാരാളം ഉറുമ്പ് കടിക്കും. ഈ ഉറുമ്പ് വളരെ സർവ്വസാധാരണമാണ്. കാലിൽ നിറയെ ഉറുമ്പ് അരിച്ചിട്ട് അവിടെ വലിയ വ്രണങ്ങളുമായിട്ട് രോഗികൾ വരും. അപ്പോൾ സോക്സ് ഇതിനൊക്കെ ഒരു പരിരക്ഷ നൽകും. ഫാൻ തട്ടുന്നത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുപോലെ കാലിൽ വിയർപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ള അപ്പോൾ എണ്ണ പുരട്ടാം. എന്നിട്ട് രാത്രി കിടക്കുമ്പോഴത്തേക്ക് അത് സോപ്പിട്ട് കഴുകി നല്ല ഡ്രൈ ആക്കി വെക്കുക. എന്നിട്ട് അടിസ്ഥാന രോഗമായ പ്രമേഹത്തിന് ഒരു പക്ഷേ ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഇഞ്ചക്ഷൻ ആയിരിക്കും. കാരണം ഈ ഗുളികകൾ തൽക്കാലം നീറ്റലിന് ഗുണം ചെയ്തതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അന്തർദേശീയ നിർദ്ദേശം ഇൻസുലിൻ ഇഞ്ചക്ഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. നന്ദി, വിളിച്ചതിന് നന്ദി. അപ്പോൾ എനിക്കൊന്ന് പാദപരീക്ഷയെ കുറിച്ച് ധാരാളം ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ ഇവിടെ അടിസ്ഥാന രോഗമായ പ്രമേഹത്തിന്റെ ചികിത്സ ഞാൻ സംസാരിച്ചത് ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ട്, അതായത് ഹൃദയാഘാതം കൊണ്ടുവരും. അതെ അതെ. അപ്പോൾ ഈ ഹൃദയാഘാതം പ്രമേഹ രോഗവും രണ്ട് രോഗങ്ങളായിട്ട് ഇപ്പോൾ നാം കാണുന്നില്ല. കാരണം ഡയബറ്റിക് പേഷ്യൻസിന് നമ്മളിപ്പോൾ ഈ ഹൃദ്രോഗികൾക്ക് ചെയ്യുന്ന പോലെ ഒരു ആൻജിയോഗ്രാമോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷത്തിനും ബ്ലോക്കുകൾ ഉണ്ടാകാം എന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ഡയബറ്റിക് അസോസിയേഷൻ, ഹാർട്ട് അസോസിയേഷനും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഏതൊരു പ്രമേഹ രോഗിക്കും ഹൃദ്രോഗ ബാധ തടയുന്നതിന് വേണ്ടി ചികിത്സിക്കുക എന്നൊരു നിർദ്ദേശം വരികയാണ് സംയുക്തമായിട്ട്. അപ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 3-2 പ്രമേഹ രോഗിക്ക് വീതം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രമേഹ രോഗികൾക്കെല്ലാം ഇപ്പോൾ ആധുനിക പ്രമേഹ രോഗ ചികിത്സയിൽ 1-2 മരുന്നുകൾക്ക് പകരം ഈ രോഗിക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് അതിനെ പ്രതിരോധിക്കുന്ന ഔഷധങ്ങൾ അതിനോടൊപ്പം നൽകുകയാണ്. അതുപോലെ ഇപ്പോൾ ഒരു രോഗി ന്യൂമോണിയെ കുറിച്ച് പറഞ്ഞു, അതിന് വാക്സിൻ ഉണ്ട്. തീർച്ചയായും. നമസ്കാരം. ഹലോ. നമസ്കാരം. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നത്? ഞാൻ തൂത്തുക്കുടിയിൽ നിന്ന് ശുഭകലയാണ്. ശുഭകല, സംസാരിച്ചോളൂ. എന്റെ ഹസ്ബൻഡിന് 10 വർഷമായിട്ട് ഡയബറ്റിക്സ് ഉണ്ട്. 10 വർഷമായിട്ട്. പ്രായം 51ആയി. അപ്പോ ഇതുവരെയ്ക്കും മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. വാക്കിങ്ങിലൂടെയും ഫുഡിലൂടെയുമാണ് കൺട്രോൾ ആയിട്ട് പോയിട്ടിരുന്നത്. പക്ഷെ ഈ ഇടയ്ക്കായിട്ട് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 216, 219 എന്നായിരുന്നു ഡയബറ്റീസിന്റെയും കൊളസ്ട്രോളിന്റെയും നില. അപ്പൊ ഇനി നമ്മള് അല്ലേ നല്ലത്? ഇനി ചികിത്സ തുടങ്ങുന്നതല്ലേ നല്ലതെന്നാണ് ചോദിച്ചല്ലേ? അതായത് എന്റെ അഭിപ്രായത്തില് ചികിത്സ കുറച്ച് മുമ്പ് തുടങ്ങണമായിരുന്നു എന്നൊരു ചെറിയൊരു അഭിപ്രായം എനിക്കിപ്പോ ഉണ്ട്. അതായത് നെഞ്ചുവേദന ഒരു ദിവസം വന്നിരുന്നു. അപ്പൊ പൊതുവെ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് ഡോക്ടർ പറയുന്നത് കേൾക്കും. അതായത് പല ഭാര്യമാരുടെയും ഡോക്ടറെ ഭർത്താവ് കാണുന്നില്ല എന്നുള്ളതാണ്, കാണാൻ മടിക്കുന്നു എന്നുള്ള. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഡോക്ടറെ കാണുക തന്നെ വേണം. ഇപ്പൊ പ്രമേഹ രോഗികൾക്ക് ബ്ലഡ് ഷുഗർ ചിലപ്പോൾ ആദ്യമൊക്കെ നോർമലായിട്ട് പതിയെ വർദ്ധിക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഔഷധങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഒരു ചികിത്സ ആദ്യമേ വേണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ തരം ഔഷധങ്ങൾ ഈ ഇൻസുലിൻ ഉൽപ്പാദിക്കുവാൻ അല്ലാത്ത ഔഷധങ്ങളുണ്ട്, സെൻസിറ്റൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔഷധങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാര വർദ്ധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ടാണ്. അതായത് ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശമെങ്കിൽ കാലം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് 200 ആയിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ഒരു 135, 140 ആകുമ്പോൾ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നഷ്ടം അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാൻ സാധിക്കും. 2, പ്രമേഹ രോഗികൾക്ക് ഞങ്ങളിപ്പോ ഹൃദ്രോഗത്തിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പൊ സാർ ഇപ്പൊ എന്നോട് ചോദിച്ചതുപോലെ ഈ ഹൃദ്രോഗബാധ തടയുന്നതിന് വേണ്ടി പ്രതിരോധത്തിനായിട്ട് നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുവാനുള്ള ഔഷധവും ആസ്പിരിനും മറ്റും കൊടുക്കും. അപ്പോ പ്രമേഹ രോഗിയായ ഒരാൾക്ക് കൊളസ്ട്രോൾ 200 ആണ് എങ്കിൽ പോലും അത് തൽക്കാലം വളരെ കൂടുതലായിട്ടാണ് ഇപ്പോ പുതിയ നിർദ്ദേശത്തിൽ കാണുന്നത്. കാരണം നമുക്ക് ഹൃദ്രോഗബാധയ്ക്ക് അത്രയും കുറവ് കൊളസ്ട്രോൾ മാത്രം മതിയാകും. ഒരു കാര്യം പറയും. അതായത് എനിക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഡയബറ്റീസ് ഉണ്ട്. ഇതുവരെ എനിക്കില്ല.
എങ്കിൽ ഞാൻ എന്താണ് മുൻകരുതൽ, എങ്ങനെയാണ് എടുക്കേണ്ടത്? മാഡത്തിന് മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വരാൻ പോകുന്നില്ല. 6 മാസത്തിലൊരിക്കലെങ്കിലും വെറും വയറ്റിലും ആഹാരത്തിന് 2 മണിക്കൂറിന് ശേഷവും ബ്ലഡ് ഷുഗർ നോക്കുക. ആഹാരത്തിന് മുമ്പ് നോക്കുമ്പോൾ 100-ൽ താഴെ ആയിരിക്കണം, പ്രമേഹം വരാതിരിക്കുന്നതിന് വേണ്ടി. ആഹാരത്തിന് ശേഷം നോക്കുമ്പോൾ 140-ൽ താഴെ ആയിരിക്കണം, പ്രമേഹം വരാതിരിക്കുന്നതിന് വേണ്ടി. അതിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ കൊളസ്ട്രോള് 200-ൽ കൂടുതലാണ് എങ്കിൽ ഒരുപക്ഷെ ഒരു ഡോക്ടറെ കണ്ട് നിർദ്ദേശം സ്വീകരിക്കുക. ബ്ലഡ് പ്രഷർ അല്പം കൂടുതലാണെങ്കിൽ പോലും ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും. ഇപ്പൊ തൂക്കവും വണ്ണവും അതായത് പൊക്കവും നോക്കിയിട്ട് നമുക്ക് വയറ് കൂടുതലാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വ്യായാമം ചെയ്യുക. ആ വ്യായാമം ഒരുപക്ഷെ നടപ്പിൽ മാത്രം ഒതുക്കി നിർത്തിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അളവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ നടക്കുകയോ ഓടുകയോ ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും പ്രമേഹം പ്രതിരോധിക്കാൻ. ശരി ശുഭകല മാഡം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി, എപ്പോഴെങ്കിലും മറുപടി പറയാൻ സമയം കിട്ടുമ്പോൾ മറുപടി പറയുക. ഈ പ്രമേഹ രോഗികൾ അല്ലാത്തവരിൽ നിന്നുള്ള വ്യത്യാസം, പ്രമേഹ രോഗികൾക്ക് ചെറിയ പെയിൻ ഒന്നും വന്നാൽ അറിയുന്നില്ല. അത് കഠിനമായ ഒരു ഹൃദയാഘാതം വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ അറിയുന്നത്. ഇത് ശരിയാണോ? എത്രത്തോളം ശരിയാണ്? വളരെ ശരിയാണ് സാർ. അതായത് ഇപ്പം ഒരു രോഗി ഒരു ഡോക്ടറെ കാണുന്നത് മിക്കവാറും കാര്യങ്ങൾ വേദന കാരണമായിരിക്കും. ഒന്ന് തലവേദന, നെഞ്ചുവേദന, വയറുവേദന, ചെറിയ ചെറിയ മൈനർ ഹാർട്ട് അറ്റാക്കുകൾ വന്നാൽ അയാൾ അറിയുന്നില്ല. കഠിനമായി അത് മരണകാരണം വരെ എത്തുന്ന, ഫേറ്റലായിട്ട് എത്തുന്ന ഒരു അറ്റാക്ക് അറിയുന്നുള്ളൂ. അതാണ് അത് യഥാർത്ഥത്തിൽ ശരിയാണോ ഇത്? അതായത് ഇപ്പൊ പ്രമേഹ രോഗികൾക്ക് വരുന്ന ബഹുഭൂരിപക്ഷം ഹൃദയാഘാതങ്ങൾ അവരറിയുന്നില്ല. വളരെ ശരിയാണ്, 100% ശരിയാണ്. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? എറണാകുളത്തുനിന്ന് മഹേശ്വരി അമ്മയാണ്. പറഞ്ഞോളൂ, ഡോക്ടറോട് പറഞ്ഞോളൂ. ഡോക്ടർ പറഞ്ഞോളൂ വേണം. എന്റെ പേര് മഹേശ്വരി അമ്മ എന്നാണ്. എനിക്ക് 22 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇൻസുലിൻ ഇഞ്ചക്ഷൻ 3 നേരം ഇടുന്നുണ്ട്. കാലത്തെ ലാൻഡസ് എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് ഇടുന്നുണ്ട്. എന്നാലും ഷുഗർ അങ്ങനെ വലിയ കൺട്രോളിലല്ല ഇപ്പോഴും. കാലിന് തരിപ്പും അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളില്ല, പക്ഷെ നീര് വെക്കും ശരീരം മൊത്തം ഇടയ്ക്കിടയ്ക്ക്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഷുഗർ എന്തുകൊണ്ട് നോർമൽ ആകുന്നില്ല. ഇത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ നമുക്ക് ഒരു പ്രമേഹ രോഗിയുടെ ബ്ലഡ് ഷുഗർ ഇത്രയാണ്, അവരുടെ പ്രായം ഇത്രയാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഒരു ലാൻഡസ് എന്ന് പറയുന്ന ഒരു ഇൻസുലിന്റെയോ ഒരു ഗുളികയുടെയോ മറ്റൊരു ഇൻസുലിന്റെയോ ഡോസ് നിശ്ചയിക്കാൻ സാധിക്കില്ല. കാരണം അത് ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. അത് ഒരുപാട് സങ്കീർണ നിറഞ്ഞൊരു കാര്യമാണ് ഈ പ്രമേഹ രോഗത്തിന്റെ ബ്ലഡ് ഷുഗർ നോർമലാക്കുക എന്ന് പറയുന്ന ചികിത്സ, പ്രത്യേകിച്ചും 24 മണിക്കൂർ. അപ്പോൾ രോഗിയുടെ പരിപൂർണമായ ഒരു സഹകരണത്തോടു കൂടി ഡയബറ്റിക് ടീം തീർച്ചയായിട്ടും അതിനെ സഹായിക്കും. ഇപ്പൊ ലാൻഡസ് എന്ന് പറയുന്ന മാഡം എടുക്കുന്ന ഇഞ്ചക്ഷൻ വളരെ നല്ലൊരു പുതിയ ഇഞ്ചക്ഷനാണ്, പക്ഷെ അതിന് പീക്കില്ല. അപ്പോൾ അത് 24 മണിക്കൂർ ഒരേ അളവിൽ രക്തത്തിൽ നിലനിന്ന് നമ്മുടെ പഞ്ചസാര നിയന്ത്രിക്കുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുന്ന പഞ്ചസാര കുറയ്ക്കുവാൻ ലാൻഡസിന് സാധിക്കില്ല. അപ്പൊ ലാൻഡസ് എന്ന് പറയുന്ന ആധുനിക ഇൻസുലിൻ ഗ്ലാർജിൻ എന്ന് പറയുന്ന അനലോഗ് വളരെ നല്ല ഇൻസുലിൻ ആണ് എങ്കിൽ അതിന് അതോടൊപ്പം സഹായിക്കുന്നതിന് വേണ്ടി മറ്റ് ഇൻസുലിൻസോ അല്ലെങ്കിൽ മറ്റ് ഔഷധങ്ങളോ വേണ്ടി വരും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ നമുക്ക് ഈ പ്രമേഹ രോഗ ചികിത്സിക്കുന്ന ഇപ്പൊ ഞങ്ങളുടെ കേശവദേവ് ട്രസ്റ്റിന്റെ ഒരു ഡയബ് സ്ക്രീൻ കേരള പദ്ധതിയുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇവിടെ പ്രമേഹ രോഗത്തോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരത്ത് വലിയൊരു ഘോഷയാത്രയും ബോധവൽക്കരണ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് 91% ചികിത്സയിലിരിക്കുന്ന പ്രമേഹ രോഗികൾക്കും ബ്ലഡ് ഷുഗർ നമ്മൾ ആഗ്രഹിക്കുന്ന അളവിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. ഇവിടെയാണ് രോഗി രോഗചികിത്സയെക്കുറിച്ച് കാര്യമായിട്ട് വായിച്ചും അതുപോലെ വിദ്യാഭ്യാസ പരിപാടികളിൽ പങ്കെടുത്തും മനസ്സിലാക്കി ചികിത്സിക്കേണ്ടത്. കാരണം ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഓരോ സമയത്ത് ഓരോ വിധത്തിലായിരിക്കേണ്ടത്. കാരണം നമുക്ക് എഴുതി കൊടുക്കുന്ന ഒരു ഡയബറ്റിക് ഡയറ്റ് ഉപയോഗിച്ച് കുറച്ച് മരുന്നുകളും പ്രയോജനപ്പെടുത്തി ഇങ്ങനെ ബ്ലഡ് ഷുഗർ നോർമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും ചികിത്സിക്കുന്ന ടീമിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണ്. ശരി ശരി, വിളിച്ചതിന് നന്ദി. നമസ്കാരം. ഈ അറ്റാക്ക് വരുന്ന അപ്പൊ ഈ നമുക്കിപ്പോ കാലില് സ്പർശനമില്ലാത്തത് കൊണ്ടാണ് മുറിവ് വരുന്നത് നമ്മൾ പറഞ്ഞു. കാരണം ഈ മുറിവ് വന്നാലും ഉറുമ്പ് കടിച്ചാലും ഇത് വ്രണമായി മാറിക്കഴിഞ്ഞിട്ട് പോലെ രോഗി ഇത് അറിയുന്നില്ല. അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഒക്കെ അഫക്റ്റഡ് ആയിട്ടുള്ള അതിലൊക്കെ രോഗബാധ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു
കാര്യമായൊരു ഹൃദ്രോഗബാധ വന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റെ വിയർപ്പോ അസ്വസ്ഥയോ വേദനയോ ഒന്നും രോഗിക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഹൃദ്രോഗബാധ വരുന്നതിന് വേണ്ടി കാത്തിരിക്കാതെ പ്രമേഹ രോഗികൾ അതിനു മുൻപായിട്ട് തന്നെ പ്രതിരോധ ചികിത്സ സ്വീകരിക്കണമെന്ന് പറയുന്നത്. പിന്നെ പ്രമേഹ രോഗികൾ ഒരു കാരണവശാലും പുകവലിക്കാൻ പാടില്ല. കാരണം പുകവലിക്കുന്ന ആൾക്കാർക്ക് ഹൃദ്രോഗബാധ വളരെ കൂടുതലാണ്. അപ്പോൾ പ്രമേഹ രോഗി പുകവലിക്കുകയാണ് എങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുകവലിക്കുന്ന ആൾക്കാർ വീട്ടിൽ ഉണ്ടെങ്കിൽ പോലും അത് ദൂഷ്യമാണ്, തീർച്ചയായിട്ടും ദോഷം ചെയ്യും. ഹൃദ്രോഗബാധ നമുക്ക് ഫലവത്തായിട്ട് തന്നെ തടയുവാൻ കഴിയും. കാരണം പല പ്രമേഹ രോഗികളും വിചാരിക്കുന്നത് നമുക്ക് ദിവസവും 1 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ പ്രമേഹ രോഗ ചികിത്സ വിജയിച്ചു എന്നാണ്. അത് മാത്രം ശരിയല്ല, എല്ലാം നമുക്ക് ഒരുമിച്ച് ഭംഗിയായിട്ട് കൊണ്ടുപോകണം. അതുപോലെ ഈ രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നതുണ്ട്. സാധാരണ എല്ലാ അസുഖങ്ങളും കണ്ടുപിടിക്കുന്നത് അതിന്റെ മൂർധന്യാവസ്ഥയിലാണ്. അത് വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ് ഇതിന്റെ പ്രയോജനം ചെയ്യുക രോഗിക്ക്? വളരെ നേരത്തെ വരുന്ന രോഗികൾ നമുക്ക് സന്തോഷമാണ്. ഇപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസം നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ അവന്റെ ഹലോ, ആരാ വിളിക്കുന്നേ? ദീപ എവിടുന്നാ? ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. പറയൂ. എത്ര വയസ്സുണ്ട് ദീപയ്ക്ക്? ദീപയ്ക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 38. അപ്പൊ ഞാൻ ഇൻസുലിനാണ് എടുക്കുന്നത്. എത്ര ഇതുവരെ അളവ് വരെ ഷുഗർ കൂടാം? ആഹാരത്തിന് ശേഷം, ആഹാരത്തിന് മുമ്പ് എന്നുള്ള കണക്ക് ഉണ്ട്? നമുക്ക് ഈ പ്രമേഹ രോഗികൾക്ക് ചികിത്സയിലിരിക്കുമ്പോൾ എത്ര പേരെ ഷുഗർ പോകാമെന്നത് പ്രമേഹ രോഗത്തിന്റെ മറ്റ് അനുബന്ധ രോഗങ്ങളും പ്രായവും എല്ലാം കൂടെ കണക്കിലെടുത്ത് ചികിത്സിക്കുന്ന ഡോക്ടർ നിർദ്ദേശിച്ചു തരും. പക്ഷെ മാഡത്തിന്റെ ഈ പ്രായവും ഒരു ഏകദേശ സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ് എങ്കിൽ നമുക്ക് രാവിലെ വെറും വയറ്റിൽ നോക്കുമ്പോൾ ഒരു 110 താഴെയും ഉച്ചയ്ക്കും മറ്റ് എപ്പോഴെങ്കിലും ഭക്ഷണത്തിന് 2 മണിക്കൂറിന് ശേഷം എടുക്കുകയാണെങ്കിൽ കഴിവത് 140 കൂടാതെയും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പ്രായമായാലും, അതായത് 70 ആയാലും 75 ആയാലും 80 വയസ്സാണെങ്കിലും പ്രമേഹത്തിന്റെ അനുബന്ധ രോഗങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. കൊളസ്ട്രോളും BP ഒക്കെ നോർമലാണ് എങ്കിൽ. അപ്പൊ ബ്ലഡ് ഷുഗർ തീർച്ചയായിട്ടും നോർമൽ എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലും മറ്റ് അനുബന്ധ രോഗങ്ങളെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കുന്നത്. ഈ ഷുഗർ ഡയബറ്റിക് കൂടിയാൽ എന്തെങ്കിലും കുട്ടിക്ക് വല്ല കംപ്ലൈന്റ് അങ്ങനെ വല്ലതും വരുമോ സാറേ? അത് കുഞ്ഞുങ്ങൾക്കോ? അത് പ്രഗ്നന്റ് ആണ് എങ്കിൽ മാഡം തീർച്ചയായിട്ടും ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് അത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. കാരണം ഡയബറ്റോളജിസ്റ്റിനെയും കാണാം, ഗൈനക്കോളജിസ്റ്റിനെയും കാണാം. തീർച്ചയായിട്ടും ഗർഭിണിക്ക് പ്രമേഹ രോഗം വരുമ്പോൾ നോർമൽ ബ്ലഡ് ഷുഗർ വേറെയാണ്, ഞാനിപ്പോൾ പറഞ്ഞതല്ല, ഞാൻ തിരിച്ചെടുക്കുകയാണ്. കാരണം കഴിവതും വെറും വയറ്റിൽ 105 താഴെ നിയന്ത്രിക്കുന്നതാണ് നല്ലത്. നമ്മൾ വളരെ കുറഞ്ഞ ഗർഭിണികൾക്ക് പ്രമേഹ രോഗം വരുമ്പോൾ പ്രമേഹം ഇല്ലാത്തവർക്ക് ബ്ലഡ് ഷുഗർ എത്രയാണോ അങ്ങനെ തുല്യമായ വിധത്തിൽ ചികിത്സിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരി ദീപ, നമ്മുടെ സമയം കഴിഞ്ഞു. സംസാരിക്കാൻ ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്തതിന് സൂര്യ TV പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഞങ്ങളുടെ അഗൈതവുമായ നന്ദി അറിയിക്കുകയാണ്. വളരെ സന്തോഷം സർ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശനിയാഴ്ചയും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തത്സമയം മറുപടി ലഭിക്കുവാനായി എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ വിളിക്കേണ്ട നമ്പർ 0471 1707071. നമസ്കാരം.